السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനായ സൃഷ്ടാവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നലത്തെ ക്ലാസിന്റെ ബാക്കി ഭാഗമാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. റുഖയുമായി ബന്ധപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ ഉന്നയിച്ച സംശയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിശദീകരണങ്ങളുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നടത്തിവെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും നമ്മൾ സംസാരിച്ചു. ജിന്നുബാധ തിരിച്ചറിയുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് ആണോ അല്ലേ? അതേപോലെ തന്നെ റുഖിയ ശർഇയ്യ എന്നത് കേവലം രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന മാത്രമാണോ? അത് തമ്മിൽ വ്യത്യാസമുണ്ടോ? അതേപോലെ തന്നെ തജ്രിബത്തുമായി ബന്ധപ്പെട്ട വിഷയം, വെള്ളത്തിൽ ഊതി കുടിക്കുക, പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് അത് കുടിക്കുക, ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. വളരെ വിശദമായിട്ട് തന്നെ ഈ വിഷയത്തിൽ പ്രാമാണികരായ സലഫി പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഏതാനും ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് അതുകൂടി പെട്ടെന്ന് വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ചോദ്യം അത് വായിച്ചു, ഒന്നാമത്തെ വായിച്ചു. അസ്സലാമു അലൈക്കും. ഒന്നാമത്തെ ചോദ്യം, റുഖ്യയുടെ ഭാഗമായി ഖുർആൻ ഓതി വെള്ളത്തിൽ ഊതി കുടിക്കുന്നത് ബിദ്അത്താണ്, ശിർക്കാണ് എന്ന് ചില പ്രബോധകന്മാർ പറയുന്നതായിട്ട് കേട്ടു. അതിന്റെ യഥാർത്ഥമായ ഇസ്ലാമിക വിധി എന്താണ്? ഇതിന്റെ ചോദ്യം, വെള്ളത്തിലൂതി കുടിക്കുന്നത് ബിദ്അത്താണ് അല്ലെങ്കിൽ ശിർക്കാണ് എന്ന് ചില സഹോദരങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ വിശദീകരണം എന്താണ് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നുകൂടി ഷോർട്ടാക്കിയിട്ട് ആ കാര്യം പറയാനുള്ളത്, അത് ബിദ്അത്താണ് എന്നോ ശിർക്കാണ് എന്നോ പറയാൻ പാടില്ല. ആരും അതങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രത്യേകമായൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പലരും ഈ വിഷയം മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ചില മന്ത്രവാദികൾ നടത്തുന്ന മന്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ചില പ്രത്യേകമായ ജാറങ്ങളിൽ മമ്പറം, അതേപോലെ തന്നെ ചില പ്രത്യേകമായ ദർഗകളിൽ, അതേപോലെ തന്നെ ചില ബീവിമാർ അല്ലെങ്കിൽ തങ്ങന്മാർ, ആ പേരിൽ അറിയപ്പെടുന്ന മന്ത്രവാദികൾ, ഇവരൊക്കെ ഈ രൂപത്തിൽ ചികിത്സിക്കാറുണ്ട്. ഏതെങ്കിലും ജാർത്തങ്ങ പോയ അല്ലെങ്കിൽ ഏതെങ്കിലും ദർദയിലേക്ക് ചെന്നാൽ അവർ വെള്ളത്തിൽ ഊതിയിട്ട് ആ വെള്ളം കൊണ്ടാണ് പലരും തിരിച്ചു പോരാറുള്ളത്. അത് ശിർക്കാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. പക്ഷെ അത് ഇതിലേക്ക് വലിച്ചു കെട്ടരുത്.
രണ്ടും കൂടി കൂട്ടിക്കുഴക്കാണ് ഇവർ ചെയ്യുന്നത്. ഇൽത്തിബാസ് ഉണ്ടാക്കാണ്. അത് ശിർക്കാണ്. കാരണം അതിൽ ശിർക്കൻ മന്ത്രങ്ങളും അതേപോലെ തന്നെ ശൈത്താനോടുള്ള സഹായം തേട്ടം അതല്ലാത്ത പല പണികളും ഇസ്ലാം ഹറാമാക്കിയ പലതും അവരതിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകളുടെ വിശ്വാസം ആ തങ്ങളുടെ കഴിവ് കൊണ്ട് രോഗം മാറി, അല്ലെങ്കിൽ ഇന്ന ഷെയ്ഖിന്റെ കഴിവ് കൊണ്ട് രോഗം മാറി, അല്ലെങ്കിൽ ഇന്ന ജാർത്തങ്ങ പോയപ്പോ രോഗം മാറി, ഈ വിശ്വാസം പോലും നമ്മുടെ ആളുകൾക്കിടയിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അവരുപയോഗിക്കുന്നത് ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള തികച്ചും ഇസ്ലാം വിരോധിച്ചിട്ടുള്ള ശിർക്കൻ മന്ത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ശിർക്കാൻ എന്നുള്ള കാര്യത്തിൽ ആർക്കും അതിൽ സംശയം വേണ്ട. ഇവിടെ ഈ വിഷയത്തെ ഇത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവര് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ വിഷയത്തിലും ഇൽത്തിബാസ് ഉണ്ടാക്കുന്നത് പോലെ ഈ വിഷയത്തിൽ ഇൽത്തിബാസ് ഉണ്ടാക്കാണ്. ഇവിടെ ചോദ്യത്തിൽ എന്താ ഉള്ളത്? ഖുർആൻ ഓതിയിട്ട് കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് ശിർക്കാണോ അത് വിദഅത്താണോ എന്നുള്ളതാണ്. അത് വിദഅത്താണ് എന്നോ ശിർക്കാണ് എന്നോ പണ്ഡിതന്മാരാരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് വിദഅത്താണെന്നോ ശിർക്കാണെന്നോ പറയാൻ നമുക്ക് പറ്റൂല. അവൾ പറഞ്ഞു ഇഖ്തിലാഫുള്ള ഇജ്തിഹാദിയായ ഒരു വിഷയമാണിത്. ഖുർആന് വെള്ളത്തിൽ ഊതിയിട്ട് അത് കുടിക്കുക, അതേപോലെ തന്നെ അത് പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് കുടിക്കുക, അതേപോലെ തന്നെ പ്രമാണങ്ങളിൽ വാരിതായി വന്നിട്ടുള്ള റുഖിയകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ആ രൂപത്തിലുള്ള ചികിത്സകള്. അതിൽ ഇഖ്തിലാഫ് ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അതിൽ ഇഖ്തിലാഫ് ഉണ്ടാകാനുള്ള കാരണം പ്രാമാണികരായ സലഫി പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞത് അത് ജായിസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യണമെന്നല്ല, അത് ജായിസാണ്. അവരുടെ പദപ്രയോഗങ്ങളിൽ അധികവും നമുക്ക് കാണാൻ സാധിക്കുന്നത് യജൂസു, അത് ജായിസാണ്. അതേപോലെ ലാ ബഅസ, അതിന് തെറ്റില്ല. ഈ രൂപത്തിലുള്ള പദപ്രയോഗങ്ങളാണ്. അപ്പൊ ജായിസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ ഈ രൂപത്തിൽ ചികിത്സിക്കാം. ഖുർആൻ ഓതിയിട്ട് വെള്ളത്തിൽ ഓതിയിട്ട് അത് കുടിച്ചിട്ട് ചികിത്സിക്കാം എന്ന ഒരു അഭിപ്രായപ്പെട്ട ആളുകളാണ്. എന്നാൽ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി, അതേപോലെ തന്നെ ഷെയ്ഖ് മദ്ഖലി, ഇവരൊക്കെ പറഞ്ഞത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടത് വന്നത് മാത്രം നമ്മൾ അംഗീകരിച്ചാൽ മതി എന്നുള്ള രൂപത്തിലുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞു. ഇത് ജായിസാണെന്ന് പറഞ്ഞ ആളുകൾ രണ്ട് രൂപത്തിലാണ് അവർ തെളിവ് പിടിച്ചിട്ടുള്ളത്. ഒന്ന്, ഈ വിഷയത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട്. അതേപോലെ തന്നെ കണ്ണേറ് ബാധിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ചികിത്സാ രീതി ഉണ്ട്. ആ കണ്ണേറുള്ളവന്റെ ശരീരം കഴുകിയിട്ട് ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കണ്ണേറ് ബാധിച്ചവന് ശരീരത്തിൽ ഒഴിക്കുക എന്ന് പറയുന്ന ഹദീസുമായി ബന്ധപ്പെട്ടത് അത് ഇവര് ഇതിലേക്ക് ഖിയാസാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബലിൽ നിന്ന് വന്നിട്ടുള്ള ചില റിവായത്തുകള് ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവരൊന്ന് ജായിസാനെന്ന് പറയുന്നത്. രണ്ടാമത് അവർ പറയുന്നത് എന്താ വെച്ചാല് ഷെയ്ഖ് ഉസൈമീനെ പോലുള്ള പലരും പറയുന്നത് തജീരിബത്ത്, അത് തജീരിബത്തിന്റെ അടിസ്ഥാനത്തിൽ ജായിസാണ് എന്നുള്ളതാണ് അവർ പറയുന്ന മറ്റൊരു കാരണം. അപ്പൊ ഇത് ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു തെളിവ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ചില റിവായത്തുകള്. പക്ഷെ ഈ ചോദ്യം ലജ്നത്ത് ദായിമയോട് ഇത് സംബന്ധമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു. അവരോട് ഈ ചോദ്യത്തിന് അവർ കൊടുത്ത എന്താണ് ചോദ്യം? ചോദ്യത്തിലുള്ളത് ഒന്ന്, ഖുർആനിന്റെ ആയത്തുകൾ അതൊരു കടലാസിലാക്കിയിട്ട് ശരീരത്തിൽ ബന്ധിക്കുക, ശരീരത്തിൽ കെട്ടുക. രണ്ടാമത് അവർ ചോദിച്ചത് ചോദ്യത്തിലുള്ളത് ഔ മഹു ഹാദിഹിൽ കിതാബ ബിൽ മായി, ഇങ്ങനെ എഴുതിയിട്ടുള്ള ഖുർആനിന്റെ ആയത്തുകൾ വെള്ളം കൊണ്ട് മായ്ക്കുക.
അതേപോലെ തന്നെ വനഹവഹു വറശിൽ ബദനി, ശരീരത്തിൽ അത് കുടയുക, വെള്ളം തെറിപ്പിക്കുക, ശരീരത്തിൽ വെള്ളം കുടയുക. ഈ വെള്ളം ഖുർആന് ഓതി ഖുർആൻ എഴുതിയിട്ട് അത് മായ്ച്ച വെള്ളം ശരീരത്തിൽ തെറിപ്പിക്കുക. അത് ഗുസ്ലുഹു ബിഹാദൽ മായി, അതല്ലെങ്കിൽ ഈ വെള്ളം കൊണ്ട് കുളിക്കുക. ഹൽ ഹുവ ഷിർക്കുൻ ഔല വഹൽ യജൂസു ഔല, ഇത് ഷിർക്കാണോ എന്നാണ് ലജ്നത്ത് ദായിമിയോട് ചോദ്യം. അതല്ലെങ്കിൽ ഇത് ജായിസ് ആണോ? അതിന് അവർ കൊടുക്കുന്ന മറുപടി, ഒന്ന് ഖുർആൻ എഴുതി കെട്ടുന്നത് അത് ഖുർആൻ കൊണ്ടാണെങ്കിലും അത് മംനു ആണ്. അത് നമ്മൾ സമയം ഉണ്ടെങ്കിൽ നമ്മൾ അത് വിശദീകരിക്കും. അത് പറഞ്ഞതിന് ശേഷം അവർ പറയുന്ന ഒരു കാര്യം, രണ്ടാമത്തെ വിഷയം എന്ത്, ഖുർആൻ ഇങ്ങനെ എഴുതിയിട്ട് അത് മായ്ച്ചിട്ട് ആ വെള്ളം കുടിക്കുക, അത് ശരീരത്തിൽ കുടയുക, അതേപോലെ തന്നെ അതുകൊണ്ട് കുളിക്കുക. എന്നിട്ട് ലജ്നത്ത് ദായിമ പറയുന്നത് ഫലം യസിഹു ഫീ ദാലിക ഹദീസുൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ വിഷയത്തിലൊന്നും സ്വഹീഹായിട്ട് വന്നിട്ടില്ല. വറുവിയ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് റിവായത്ത് വന്നിട്ടുണ്ട്, അന്നഹു കാന യക്തുബു കലിമാത്തി മിനൽ ഖുർആനി, അദ്ദേഹം ഖുർആനിന്റെ വചനങ്ങൾ എഴുതാറുണ്ടായിരുന്നു. വദിക്രി, അതേപോലെ തന്നെ ദിക്റുകളൊക്കെ. വയഅ്മുറു, എന്നിട്ട് അദ്ദേഹം കൽപ്പിക്കുമായിരുന്നു എന്തിന്, രോഗമുള്ള ആളുകൾക്ക് മൻ ബിഹി ദാഉൻ, രോഗമുള്ളവൻ അത് കുടിക്കാൻ കൊടുക്കണമെന്ന് അദ്ദേഹം കൽപ്പിക്കാറുണ്ടായിരുന്നു. ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ റിവായത്ത് ഉദ്ധരിച്ചതിന് ശേഷം പറയുന്നത് ലാകിന്നഹു ലം യസിഹ് ദാലിക അൻഹു, പക്ഷെ ഇത് ലജ്നത്ത് ദായിമയുടെ ഫത്വയാണ്. ഇത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം എന്താ, ലജ്നത്ത് ദായിമയുടെ വേറെ ചില ഫത്വകളിലും ഇത് ജായിസാണെന്ന് വന്നിട്ടുണ്ട്, അതിന് ലാ ബഅസ്, അതിന് തെറ്റില്ല എന്ന് വന്നിട്ടുണ്ട്. പക്ഷെ ഈ അവര് പിടിക്കുന്ന തെളിവ് ഒന്ന്, അത് ആ തെളിവ് ദുർബലമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള റിവായത്തിൽ ലാകിന്നഹു ലം യസിഹ് ദാലിക അൻഹു, അത് അദ്ദേഹത്തിൽ നിന്ന് സ്വഹീഹായി വന്നിട്ടില്ല എന്ന് പറയുന്നു. രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ണേറുമായി ബന്ധപ്പെട്ട ഹദീസ് വരെ ഖിയാസ് ആക്കുകയാണ് ചെയ്യുന്നത് എന്ന് അവർ പറയണേ. എന്നിട്ട് പിന്നെ അവർ പറയുന്നത് ഇതേപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ മജ്മൂഅ ഫതാവയിൽ 12ാമത്തെ വാള്യത്തിൽ ഇത് അനുവദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അദ്ദേഹത്തെ പോലുള്ള മറ്റു ചിലര്, അതേപോലെ തന്നെ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ അത് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ലജ്നത്ത് ദായിമ ആ മറുപടി അവസാനിപ്പിക്കുന്നത് വഅലാ കുല്ലി ഹാലിൻ ലാ യുഅ്തബറു മിസ്ല ഹാദൽ അമൽ ഷിർക്കൻ, എന്ത് തന്നെയാണെങ്കിലും ഇതെന്താണ്, ഷിർക്കായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുകയില്ല എന്നാണ് ലജ്നത്ത് ദായിമയുടെ മറുപടി. അപ്പൊ മറുപടി വളരെ കൃത്യമാണ്. അപ്പൊ ആ വിഷയത്തിൽ വന്നിട്ടുള്ള തെളിവുകൾ എന്താണ്, ആ തെളിവുകള് ദുർബലമാണ് എന്നർത്ഥം. പിന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അത് ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന്റെ മകൻ പറയുന്നുണ്ട്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഉദ്ധരിച്ചു. എനിക്ക് രോഗമുണ്ടായ സന്ദർഭത്തിൽ പിതാവ്, എന്റെ വാപ്പ അഹ്മദ് ബിൻ ഹംബൽ, എനിക്കങ്ങനെ വെള്ളത്തിൽ ഊതിയിട്ട് അതിനോട് കുടിക്കാൻ പറഞ്ഞു, എന്റെ രോഗം സുഖപ്പെട്ടു, അങ്ങനെയുള്ള റിവായത്തുകളെ. അപ്പൊ ഈ റിവായത്തുകൾക്ക് അതാണ് ലളിത് ദായിമ പറഞ്ഞത്, കൃത്യമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആ വിഷയത്തിൽ വന്നിട്ടില്ല. ഇബ്നു അബ്ബാസിൽ നിന്ന് വന്നിട്ടുള്ള റിവായത്താകട്ടെ അത് ലഈഫുമാണ്. എന്നാൽ അത് ഷിർക്കാണെന്ന് പറയാൻ പാടില്ല, അത് ബിദ്അത്താണെന്ന് പറയാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ് ലജ്നത്ത് ദായിമ ഈ വിഷയത്തിൽ പറയുന്ന മറുപടി. ഇനി തജ്രിബത്തിന്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് ഉസൈമീൻ പറഞ്ഞിട്ടുള്ളത് അതാണ്, തജ്രിബത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതുകൊണ്ട് വിരോധമല്ല എന്നുള്ളതാണ്. അപ്പൊ തജ്രിബത്ത് എന്നുള്ളത് എത്രത്തോളം ആകാം എന്നുള്ളത് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി വിശദീകരിച്ചത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് മടങ്ങണം എന്നുള്ളതാണ് സമയത്തിന്റെ കുറവ് കൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. അപ്പോ ചുരുക്കത്തിൽ ഇത് ബിദ്അത്താണെന്ന് നമുക്ക് പറയാൻ പറ്റൂല, അതേപോലെ തന്നെ ശിർക്കാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. ആ വിഷയത്തിൽ ഇഖ്തിലാഫ് ഉണ്ട്. എന്നാൽ അത് ജായിസ് ആണ് എന്ന് പറഞ്ഞ ആളുകൾ തന്നെ ആ വിഷയത്തിലുള്ള ദുർബലതകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ലജ്നത്ത് ദായിമ അത് അനുവദിച്ചിട്ടുണ്ട്, ലാ ബഅസ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ആ ലജ്നത്ത് ദായിമയുടെ വേറെ പല ഫത്വകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്തർക്കു ഔല, അത് ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. അതിലൊരു ഫത്വ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു എന്നാണ് എന്റെ ഓർമ്മ. അതില് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, മാ ഹുക്കുമു കിതാബത്തു ശൈഇൻ മിൻ ആയാത്തിൽ ഖുർആനിൽ കരീം, ഇങ്ങനെ ഖുർആനിന്റെ ആയത്തുകൾ എഴുതി എന്നിട്ട് എന്ത് ചെയ്യുന്നവ, ശരീബഹ ഫഇന്നി റഅയ്തു ഉനാസൻ യഫ്അലുനഹ, എന്നിട്ട് അവരത് കുടിക്കുന്നു. അത് എഴുതി അത് കലക്കി അതവർ കുടിക്കുന്നു, അല്ലെങ്കിൽ ഊതിയത് കുടിക്കുന്നു. എന്താണ് അതിനെ സംബന്ധിച്ചുള്ളത്, എന്താണ്
അതിനവർ കൊടുക്കുന്ന മറുപടി, ലജ്നത്ത് ദായിമ കൊടുക്കുന്ന മറുപടി എല്ലാം യസ്ബുത്ത് ഷൈഉൻ മിൻ ദാലിക അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ വിഷയത്തിൽ ഒന്നും തന്നെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. വല അന ഖുലഫാഇഹി റാഷിദീൻ, അതേപോലെ തന്നെ ഖുലഫാഉ റാഷിദീങ്ങളിൽ നിന്നും വല സായിറു സഹാബത്തിഹി റളിയല്ലാഹു അൻഹു, മറ്റുള്ള സഹാബികളിൽ നിന്നും ഫതർക്കുഹ ഔല, അതുകൊണ്ട് ഏറ്റവും നല്ലത് അത് ഉപേക്ഷിക്കലാണ്. ഇത് ബിദ്അത്ത് എന്നോ ഹറാമു എന്നോ പറയുന്നില്ല. അവരുടെ 6779 ഫത്വയില് ഇത് കാണാം, അത്തർക്കുഹു ഔല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ബിദ്അത്താണെന്നോ അതേപോലെ തന്നെ ശിർക്കാണ് എന്നോ അല്ല, അത് ഒഴിവാക്കലാണ് ഏറ്റവും യോജിച്ചത് എന്നാണ്. ഇതേപോലെ തന്നെ ലജ്നത്ത് ദായിമയുടെ മറ്റൊരു ഫത്വയില് ഇത് സംബന്ധമായി തന്നെ വന്നിട്ടുള്ള മറ്റൊരു ഫത്വ, ആ ഫത്വയിലുള്ള ചോദ്യം ഇതാണ്, എന്ത് ബഅദുൽ ഉലമായി, ചില പണ്ഡിതന്മാർ യക്തുബൂന, അവർ എഴുതുന്നു, ആയാത്തി മിനൽ ഖുർആനി, ഖുർആനിന്റെ ആയത്തുകൾ, അലാ ലൗഹിൻ അസ്വദ്, ഒരു കറുത്ത പലകയില് പ്ലേറ്റില്, വയഅ്സിലൂന അൽ കിതാബത ബിൽ മായി, എന്നിട്ട് അവരത് വെള്ളം കൊണ്ട് കഴുകുന്നു, വയശ്രിബു, എന്നിട്ട് അവരത് കുടിക്കുന്നു. എന്തിന്? വദാലിക റജ, ആഗ്രഹിച്ചുകൊണ്ട്, ഇസ്തിഫാദ, ഫലം ആഗ്രഹിച്ചുകൊണ്ട്, എന്തെല്ലാം ആഗ്രഹിച്ചുകൊണ്ട്? ഇൽമ്, അതേപോലെ തന്നെ ധനം, ആരോഗ്യം, ആഫിയത്ത്, ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഇതിന്റെ വിധി എന്താണ്? ഇത് ഹലാലാണോ ഇത് ഹറാമാണോ എന്നാണ് ചോദ്യം. അതിന് അവർ കൊടുക്കുന്ന മറുപടി, അമ്മാ കിതാബത്ത് സൂറ ഔ ആയാത്തി മിനൽ ഖുർആൻ ഫി ലോഹിൻ, അതിങ്ങനെ പറഞ്ഞിട്ട് ഖുർആനിന്റെ ആയത്തുകൾ ഒരു ലോഹിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ കിർത്താസ് കടലാസിലോ എഴുതുക, എന്നിട്ട് അത് വെള്ളം കൊണ്ട് കഴുകുക, അല്ലെങ്കിൽ ജഅഫറാൻ ഉപയോഗിക്കുക, എന്നിട്ട് പിന്നെ അതിൽ ഊതിയിട്ട് കുടിക്കുക, ഈ രൂപത്തിലുള്ളതൊക്കെ ബർക്കത്ത് ആഗ്രഹിച്ചുകൊണ്ടോ ഇൽമ ആഗ്രഹിച്ചുകൊണ്ടോ സിഹത്ത് ആരോഗ്യം ആഗ്രഹിച്ചുകൊണ്ടോ ആഫിയത്ത് ആഗ്രഹിച്ചുകൊണ്ടോ ഇതൊക്കെ ചെയ്യുന്നത് ഫലം യസ്ബുത് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അന്നഹു ഫഅലഹു ലിനഫ്സിഹി, തനിക്ക് വേണ്ടി അത് ചെയ്തതായിട്ട്, ഔ ഗൈരിഹി, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് ചെയ്തതായിട്ട്, വല അന്നഹു അദിന ഫീഹി ലിഅഹദി മിന അസ്ഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും സഹാബികൾക്ക് അനുവാദം കൊടുത്തതായിട്ടോ, ഔ റഖസ ഫീഹി ലി ഉമ്മത്തിഹി, അതിൽ എന്തെങ്കിലും ഒരു തന്റെ സമൂഹത്തിന് ഒരു ഇളവ് കൊടുത്തതായിട്ടോ നമുക്കൊന്നും കാണാൻ സാധ്യമല്ല. മഅ വുജൂദി ദവായി, അവർക്ക് പിന്നെ ചെയ്യാനുള്ള എല്ലാ അല്ലത്തി തദ്ഉ ഇലാ ദാലിക, അത് ചെയ്യാനുള്ള അങ്ങനെ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ടായിരുന്നു. ഈ പറഞ്ഞതൊക്കെ ചെയ്യാനുള്ള എല്ലാ അവസ്ഥകളും സാഹചര്യങ്ങളും അവർക്ക് ഉണ്ടായിരുന്നിട്ട് കൂടി അവരത് ചെയ്തിട്ടില്ല. വലം യസ്ബുത്ത് ഫി അസറിൻ സ്വഹീഹിൻ, ഒരു അസറിലും സ്വഹീഹായ ഒരു അസറിലും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. ഫീമ അലിംന, നമ്മൾ അറിഞ്ഞിടത്തോളം, അൻ അഹദി മിന സ്വഹാബ, സ്വഹാബികളിൽ നിന്ന് ആരും തന്നെ അന്നഹു ഫഅല ദാലിക, അവരത് ചെയ്തതായിട്ട്, ഔ റഖസ ഫീഹി, അതായത് ഇബ്നു അബ്ബാസിനെ നമ്മൾ നേരത്തെ പറഞ്ഞത് ലൈഫാണെന്ന് ലജ്നത്ത് ദായിമന്റെ തന്നെ നമ്മൾ വായിച്ചു, അന്നഹു ഫഅല ദാലിക, അത് അവർ ചെയ്തതായിട്ട്, ഔ റഖസ ഫീഹി, അതല്ലെങ്കിൽ അവരതിൽ എന്തെങ്കിലും ഒരു റുഹ്സ കൊടുത്തതായിട്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോ അലഹാദ, ഈ അടിസ്ഥാനത്തിൽ ഫൽ ഔല, ഏറ്റവും നല്ലത് തർക്കുഹു, അത് ഉപേക്ഷിക്കലാണ്. ശരീഅത്തിൽ വന്നത് എന്താണ് അതിൽ തൃപ്തി അടയലാണ്, അതിൽ സംതൃപ്തി അടയലാണ്, സംതൃപ്തി അടയുകയും ചെയ്യലാണ് നല്ലത്. മിന റുഖിയത്തി ബിൽ ഖുർആനി വസ്മാഇല്ലാഹിൽ ഹുസ്ന വമാ സഹഹ മിനൽ അദ്കാരി വൽ അദിയത്തി നബവിയ വനഹവിഹ മിമ്മാ യുറഫു മഅനാഹു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള വാരിദായി വന്നിട്ടുള്ള, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ദിക്റുകൾ ഇസ്മാകൾ കൊണ്ടൊക്കെയുള്ള ആ റുഖിയ, ശരീഅത്തിൽ വന്നിട്ടുള്ള സ്ഥിരപ്പെട്ടിട്ടുള്ള ആ റുഖിയകൾ ചെയ്യുന്നതിൽ നമ്മൾ സംതൃപ്തി അടയലാണ്, പൂർണ്ണത നേടലാണ് ഏറ്റവും നല്ലത് എന്നാണ് ലജ്നത്ത് ദായിമയുടെ ഈ ഫത്വയിൽ വന്നിട്ടുള്ളത്. ഇത് പ്രത്യേകമായി ഇത് 1257 ഫത്വ. അപ്പൊ ഈ ഫത്വകൾ വായിക്കാനുള്ള കാരണം എന്താ? അത് ജായിസാണെന്ന് പറഞ്ഞ അവര് തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? അത് തർക്കുഹു ഔല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ അത് ആരെങ്കിലും ചെയ്തു, അത് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഖുറാഫികള് അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നു, ഈ രൂപത്തിലൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്, അല്ലെങ്കിൽ അത് ശിർക്കാണ്, ഇതൊന്നും പറയാൻ നമുക്ക് പറ്റൂല. ഇത് പറയാൻ നമുക്ക് പറ്റുകയുമില്ല. അപ്പോ തജ്രിബത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തും ആകാ എന്നുള്ളത് പിന്നെ അത് നമുക്ക് പറയാനും പാടില്ല. കാരണം ഷെയ്ഖ് ഉസൈമീനൊക്കെ പറഞ്ഞ തജ്രിബത്തിന്റെ അടിസ്ഥാനത്തിലാകാന്നുള്ളതാണല്ലോ. ആ രൂപത്തിലേക്കാണ് മാറാനും പാടില്ല. കാരണം എന്താ വെച്ചാല് തജ്രിബത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് അനുവദിച്ച ഇവർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ വേറെ പല ചികിത്സാ രീതികളെയും എതിർത്തിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഏതാ വെച്ചാല് ലജ്നത്ത് ദായിമയോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു.
ഈ വിഷയ സംബന്ധമായിട്ടൊരു ചോദ്യം. എന്ത് പുതിയ ചില ചികിത്സാ രീതികൾ? എന്താണ് ചോദ്യം? ഖുർആൻ കൊണ്ട് മന്ത്രിക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ സ്ഥിരപ്പെട്ട ദുആകൾ കൊണ്ട് ചില ആളുകൾ മന്ത്രിക്കുന്നു. എന്നാൽ വലാക്കിന് ഹുനാക്ക ചോദ്യം, പക്ഷെ ചില ആളുകൾ ബഅദുൽ ഇഖ്വ ചില സഹോദരങ്ങൾ യുആലിജൂന ബിഇദ്ദതി തുർക്കിൻ, അവരെന്ത് ചെയ്യുന്നു? വ്യത്യസ്തമായ പല മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിക്കുന്നു. എന്നിട്ട് അവര് ചില ചോദ്യങ്ങൾ കൊടുക്കുന്നു. ഒന്ന്, ചില പ്രത്യേകമായ സിറിഞ്ച് മന്ത്രങ്ങളൊക്കെ നടത്തിയിട്ട് സിറിഞ്ച് കൊണ്ട് ഞരമ്പില് സിറിഞ്ച് എന്നിട്ട് ആ വെള്ളം രോഗിയുടെ ഞരമ്പിലേക്ക് ശരീരത്തിലേക്ക് അടിച്ചു കയറ്റുക. രണ്ടാമത് അവർ പറയുന്നത് എന്താ വെച്ചാൽ വെള്ളത്തിൽ ഊതി മന്ത്രിക്കുന്നു. എന്നിട്ട് ആ വെള്ളത്തിൽ എന്തുണ്ടാവും? അത്തറ്, സുഗന്ധം ഉണ്ടാവും. അവരുടെ തെളിവെന്താ? ജിന്നിന് സുഗന്ധം ഇഷ്ടമല്ല. അപ്പൊ ജിന്നിന് ഇഷ്ടമല്ലാത്ത കാര്യമാണല്ലോ. അപ്പൊ എന്ത് ചെയ്യാ? വെള്ളത്തിൽ ഊത, ആ വെള്ളത്തിൽ അത്തർ ഉപയോഗിക്കുക. ഇതേപോലെ തന്നെ ജയ്ത്ത് എണ്ണ, അതിന്റെ എണ്ണ, എന്നിട്ട് അത് അതിൽ മന്ത്രിച്ചിട്ട് അത് രോഗികൾക്ക് കുടിക്കാൻ കൊടുക്കുക. ഇതിനെ സംബന്ധിച്ചാണ് ചോദ്യം. ഈ രൂപത്തിൽ ചികിത്സിക്കാൻ പാടുണ്ടോ? ലജനത്ത് ദായിമയുടെ ചോദ്യം. അപ്പൊ തജ്രീബത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അത് പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ വലിച്ചു നീട്ടി അത് നമുക്ക് തോന്നുന്ന രൂപത്തിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റൂല. അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരാൾക്ക് ന്യായീകരിച്ചിട്ട് എന്ത് ചെയ്യാ? തജ്രീബത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാന്ന് പറ്റും. അപ്പോ ആ അടിസ്ഥാനത്തില് നമുക്ക് തോന്നുന്ന രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂല? പുതിയ രീതികൾ ആവിഷ്കരിക്കാൻ പറ്റില്ല എന്നർത്ഥം. ഇതിന് അവർ കൊടുക്കുന്ന മറുപടി, ആ ലജനത്ത് ദായിമ തന്നെ കൊടുക്കുന്ന മറുപടി എന്താ? റുഖിയത്തു ശർഇയ്യ തൗഖീഫിയ്യ ആണോ? റുഖിയത്തു ശർഇയ്യ എന്നുള്ളത് തൗഖീഫിയ്യ, അതായത് വഹീന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുത്തപ്പെടേണ്ട കാര്യങ്ങളാണ്. ലാ യജൂസു അസ്സിയാദത്തു ഫിഹ, അതിൽ സിയാദത്ത് പാടില്ല. അപ്പൊ ഈ ലജ്നത്ത് ദായിമ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? തജ്രീബിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ അത് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലജ്നത്ത് ദായിമ തന്നെ പറയുന്നു. ഈ ചോദ്യം ചോദിച്ച സന്ദർഭത്തിൽ എന്ത് പറയുന്നു? റുഖിയത്തു ശർഇയ്യ എന്നുള്ളത് തൗഖീഫിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ സിയാദത്ത് പാടില്ല. ലാ യജൂസു സിയാദത്തു ഫിഹ അലൽ വജ്ഹിൽ മശ്റൂ, ശർഅ അനുവദിച്ചതിനേക്കാൾ അതിൽ സിയാദത്ത് പാടില്ല. എന്നിട്ട് അവര് വഖദ് അദ്ഖല ബഅദു നാസ് ഫി റുഖിയത്തി ശർഇയ്യ, ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ റുഖിയത്തു ശർഇയ്യയിൽ അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് സുനൂഫൻ മിനൽ മുഹദസാത്തി, കുറെ പുതിയ കാര്യങ്ങൾ, മുഹദസാത്തുകൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. ജഹിലൻ ഔ തഅക്കുലൻ, അവര് അത് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ അവരുടെ ജഹില് കാരണത്താലാണ്. ഔ മിൻ തലായിബി ശൈത്താനി ബാദി, അല്ലെങ്കിൽ അവർ ചിലരെ കൊണ്ട് ശൈത്താൻ കളിക്കുകയാണ് ചെയ്യുന്നത്, ശൈത്താനെ കൊണ്ട് അവർ കളിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ കൊടുക്കുന്ന ചോദ്യത്തിന് അങ്ങനെ മറുപടി കൊടുക്കുകയാണ്. അപ്പൊ ഇതില് ലജ്നത്ത് ദായിമ തന്നെ പറഞ്ഞിട്ടുള്ള ഇതെന്താ? ഇത് തൗഖീഫിയാണ്. ഇത് നമുക്ക് തോന്നുന്ന രൂപത്തിൽ അത് ആണ് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഷേഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി തജ്രീബിനെ കുറിച്ച് പറഞ്ഞത് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. ഇനി ഷേഖ് റബിയ അദ്ദേഹത്തോട് ഈ വെള്ളത്തിൽ ഊതുന്നതിനെ കുറിച്ച് ചോദിച്ചു. മാ ഹുക്കുമു ഖിറാഅത്തിൽ ഖുർആൻ ഫിൽ മായി, വെള്ളത്തിൽ ഊതി കുടിക്കുന്നതിന്റെ വിധി എന്താണ്? അദ്ദേഹം പറഞ്ഞു ലാ യംബഗി, അത് യോജിച്ചതല്ല, നല്ലതല്ല. ലാ യംബഗി, അത് ശിർക്കാണെന്ന വിദഅത്താണെന്നല്ല. ലാ യംബഗി വഇൻ ഖാലഹു ബഅദുൽ ഉലമാ, ചില പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ലാ യൂജദു ദലീലുൻ അലൈഹി, ഒരു ദലീലും അതിനില്ല. അർ-റസൂലു മാ ഫഅല ഹാദാ, റസൂൽ ഇത് ചെയ്തിട്ടില്ല. വസ്സഹാബത്തു മാ ഫഅലു, സ്വഹാബത്തു ഇത് ചെയ്തിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. വഹൗലാഇ അല്ലദീന യുജീസൂനൽ കിതാബത, ഇത് അനുവദനീയമാക്കുന്ന ആളുകൾ ഈ കിതാബത്ത്, വബഅദുൽ അശ്യായി വൽ ഗുസ്ൽ വമിസ്ലു ഹാദിഹി ഹാജാതി, ഇങ്ങനെയുള്ള ഈ എഴുത്ത് അതേപോലത്തുള്ള ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ട് കുളിക്കുക, ഇതൊക്കെ അനുവദനീയമാക്കുന്ന ആളുകൾ മാ ഇൻദഹും, അതില്ല, അവർക്കൊരു തെളിവും അവരുടെ അടുത്ത് ഒരു തെളിവുമില്ല. വഹും അല്ലമുന, ഈ പണ്ഡിതന്മാർ തന്നെ നമ്മളെ പഠിപ്പിച്ചത് അന്നനാലാ നഖ്ബലു മസ്അലതൻ ഇല്ലാ ബിദ്ദലീൽ, ഈ പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ നമുക്ക് പഠിപ്പിച്ചെന്നൊരു തത്വമുണ്ട്. എന്ത്? ലാ നഖ്ബൽ, നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. മസ്അല, ഒരു മസ്അലയും മതപരമായ ഒരു വിഷയവും നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. ഇല്ലാ ബിദ്ദലീൽ, തെളിവില്ലാതെ ഒരു കാര്യവും നിങ്ങൾ സ്വീകരിക്കരുത് എന്നുള്ളത് ഈ പണ്ഡിതന്മാർ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഫകുല്ലുൻ യുഖദു മിൻ ഖൗലിഹി വയുറദ്ദു ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരുടെ വാക്കിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും, അള്ളാഹുവിന്റെ റസൂൽ അല്ലാത്തവരൊഴികെ എന്നാണ് ആര് കൊടുക്കുന്ന മറുപടി? ഷെയ്ഖ് റബീ ബിൻ ഹാദി അൽ മദ്ഖലി ഈ ചോദ്യത്തിന് കൊടുക്കുന്ന മറുപടി. അപ്പൊ അത് വിദഅത്താണെന്നോ ശിർക്കാണെന്നോ പറയാൻ പറ്റില്ല. വിഷയം വളരെ വിശാലമാണ്, കൂടുതലായിട്ട് പഠിക്കുക. ഇതാണ് ഈ വിഷയ സംബന്ധമായിട്ട് പറയാനുള്ളത്. അടുത്ത ചോദ്യം,
റുഖിയ ഒരു തൊഴിലായി സ്വീകരിക്കാമോ? അതിന് പ്രതിഫലം വാങ്ങാമോ? ക്ലിനിക്കുകൾ അതിനായി തുറക്കാൻ സാധിക്കുമോ? ഇത് റുഖിയ ശർഇയ അത് നടത്തിയതിന് ശേഷം, അത് ചികിത്സിച്ചതിന് ശേഷം പ്രതിഫലം വാങ്ങാൻ അത് അനുവദിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെ ഇതൊരു തൊഴിലായി സ്വീകരിക്കാൻ പറ്റുമോ? അതിന് ക്ലിനിക്കുകൾ തുറക്കാൻ പറ്റുമോ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വളരെയധികം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുള്ള വിഷയമാണ്. അതിലൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു ബിസിനസ് ആയിട്ട് എന്തായാലും സ്വീകരിക്കാൻ പറ്റൂല. ഇതൊരു ബിസിനസിന്റെ രൂപത്തിലാകുന്നതിനെ പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട്. അതെന്തായാലും പാടില്ല. കാരണം നമ്മുടെ നാട്ടില് ഏറ്റവും വലിയ ബിസിനസ് എന്താ വെച്ചാൽ ജാറങ്ങളും ദർഗകളൊക്കെയാണ്. അവിടെ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വരുമാനം എന്തായിരിക്കും? ഈ രൂപത്തിലുള്ള മന്ത്രവാദം നടത്തിയിട്ട് കിട്ടുന്ന വരുമാനമായിരിക്കും. ആ രൂപത്തിൽ അതൊരു ബിസിനസ്സാണെന്ന്. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തൊരു മനുഷ്യൻ എന്താ ചെയ്യുക? ഒരു സിദ്ധനായി മന്ത്രവാദം നടത്തിയിട്ട് ഏറ്റവും വലിയ കോടീശ്വരനായി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നിലവിലുള്ളത്. അപ്പൊ ആ രൂപത്തിലുള്ള ഒരു തെറ്റായ രീതിയിലേക്ക്, ഒരു ബിസിനസ് മൈൻഡിലേക്ക്, രീതിയിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല? ഇത് ഇസ്ലാമിലെ റുഖിയയെ കൊണ്ടുപോകാൻ പറ്റൂല. അപ്പൊ ആ രൂപത്തില് ചില ആളുകള് അതിനെ ആക്കി തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് യഥാർത്ഥത്തില്. അപ്പോ ഇനി ഒരാൾ അങ്ങനെ റുഖിയ ചെയ്തു കൊടുത്തു, നമുക്കതിന് പ്രതിഫലം വാങ്ങുന്നതിന് വല്ല തെറ്റുണ്ടോ? അത് ജായിസാണ് എന്നുള്ളത് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. ഒരാൾ അങ്ങനെ റുഖിയ നടത്തി കൊടുത്തു, ഒരാൾക്ക് വേണമെങ്കിൽ അതിന് പ്രതിഫലം സ്വീകരിക്കുന്നതിന് ഒരു വിരോധവും ഇല്ല. അത് വിരോധമല്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? അതിന് തെളിവുണ്ട്. ഇത് റുഖിയ നടത്തിയിട്ട് ജീവിക്കുന്ന കാര്യത്തെ ബിസിനസ് ആക്കുന്ന ഒരാളെ കുറിച്ചല്ല പറയുന്നത്. മറിച്ചൊരാള് ഇതൊരു ചികിത്സയാണ്. ഒരു ചികിത്സ എന്ന രൂപത്തിൽ ഒരാൾ അത് ചെയ്തു കൊടുത്താൽ, ആ രോഗം സുഖപ്പെട്ടാൽ, പണ്ഡിതന്മാർ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കേവലം ഒരു ബിസിനസ് ആക്കിയിട്ട് എടുക്കരുത്. അതല്ല, ആ രോഗം സുഖപ്പെട്ടാൽ അയാൾക്ക് വേണമെങ്കിൽ പ്രതിഫലം വാങ്ങൽ ജായിസാണ് എന്നുള്ളതിൽ ഒരു ഇഖ്തിലാഫ് ഉണ്ട് എന്നുള്ളത് തോന്നുന്നില്ല. പക്ഷെ ഇഖ്തിലാഫ് ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുകയാണ്. കാരണം ഈ വിഷയത്തിൽ നസ്സ് വന്നിട്ടുണ്ട്, കൃത്യമായ ഹദീസ് വന്നിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിക്കുന്ന ഹദീസ് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വിഷയത്തിൽ നടത്തിയ ഒന്നാമത്തെ ക്ലാസ്സിൽ, ചോദ്യോത്തരത്തിലല്ല, അതിന്റെ തൊട്ടുമുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ അത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം, അവരതിന് പ്രതിഫലം നിശ്ചയിച്ചു. അലാ ഖതീഇൻ മിനൽ ഗനമി, ഇത് ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, നമ്മളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അലാ ഖതീഇൻ മിനൽ ഗനമി, ഏതാണ്ട് 30ഓളം ആടുകൾ, ഒരു കൂട്ടം ആടുകൾ, വേറെ റിവായത്തിൽ വന്നിട്ടുണ്ട് 30 ആടുകൾ പ്രതിഫലമായിട്ട് നിശ്ചയിച്ചു. അങ്ങനെ അയാൾ ഓതി കൊടുത്തു. ഫാത്തിഹ ഓതിയിട്ട് അയാൾക്ക് മന്ത്രിച്ചു കൊടുത്തു. അയാളുടെ അസുഖം മാറി. അസുഖം മാറിയപ്പോൾ അവർ പ്രതിഫലം കൊടുത്തു. അങ്ങനെ പ്രതിഫലം കിട്ടിയ സന്ദർഭത്തിൽ സഹാബികൾ പറഞ്ഞു, ആ പ്രതിഫലം നമുക്ക് വീതിച്ചെടുക്കാം. അവ മന്ത്രിച്ച ആള് പറഞ്ഞു, ലാ തഫ്അലു ഹത്താ നഅതി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് എന്ത് ചെയ്യാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് കാര്യം പറഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടത് ചെയ്യാം. ഫനൻദുർ മാ യഅ്മുറുന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് കൽപ്പിക്കുന്നത് അത് നമുക്ക് ചെയ്യാം. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി ആ കാര്യം പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ യുദ്രിക അന്നഹാ റുഖിയ, അത് മന്ത്രം തന്നെയാണ്. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, ഖദ് അസബ്തും ഇക്സിമു വദ്രിബൂ ലി മഅക്കും സഹമ, എന്നിട്ട് പറഞ്ഞു എന്ത് ചെയ്തു? അത് നിങ്ങൾ വീതിച്ചെടുക്കുക. റുഖിയ നടത്തി കിട്ടിയ പൈസ, ആടുകള്, അതിന്റെ കൂലി, അത് നിങ്ങൾ വീതിച്ചെടുക്കുക. വദ്രിബൂ ലി മഅക്കും സഹമ, എന്നിട്ട് അതിന്റെ ഒരു വീതം, അതിന്റെ ഒരു ഓഹരി എനിക്കും നിങ്ങൾ നൽകണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഹിതം ആവശ്യപ്പെട്ടു. ഇത് ബുഖാരി 2276, മുസ്ലിം 2201 ആയിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നസ്സാണ് യഥാർത്ഥത്തില്. ആ പ്രതിഫലം അവരോട് വാങ്ങാൻ ആവശ്യപ്പെട്ടു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ ഒരു വിഹിതം, അതിന്റെ ഒരു ഓഹരി എനിക്ക് കൂടി തന്നാലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയണം. അപ്പൊ ഇതാണ് അതിലൊരു ഹദീസ്.
രണ്ടാമത്തെ ഹദീസ് നേരത്തെ നമ്മൾ പറഞ്ഞു, ഏത് ഖാരിജത്ത് ഇബ്നു സ്വൽത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതൃവ്യനിൽ നിന്ന് ഉദ്ധരിക്കുന്ന ആ ഹദീസിന്റെയും അവസാന ഭാഗത്ത് അദ്ദേഹം ഭ്രാന്ത് ബാധിച്ച ഒരാളെ ചികിത്സിച്ചത് നമ്മൾ പറഞ്ഞു. അങ്ങനെ അയാളുടെ രോഗം മാറിയ സന്ദർഭത്തില് അതിന് പ്രതിഫലം വാങ്ങി. അയാള് സ്വന്തമായിട്ട് പ്രതിഫലം എടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയിട്ട് ചോദിച്ചു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ആ പ്രതിഫലം അത് എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രതിഫലം വാങ്ങുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പ്രതിഫലം കിതാബില്ല, അത് അള്ളാഹുവിന്റെ ഗ്രന്ഥം കൊണ്ട് ചികിത്സ നടത്തിയ പ്രതിഫലമാണ് നിങ്ങൾ സ്വീകരിക്കുന്ന പ്രതിഫലങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് എന്നുകൂടി ആ ഹദീസിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ വ്യത്യസ്തമായ റിവായത്തുകൾ മുഹദ്ദിസീങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി ഈ രണ്ട് ഹദീസുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതും ഇതേ കാര്യം തന്നെയാണ്. അത് ജായിസാണ്. അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, നമുക്ക് സമയം കുറവാണ്. ഇബ്നു ഹജർ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, ലഖദ് ഇത്തഫഖൽ അഇമ്മത്തുൽ അർബ, 4 ഇമാമികളും വഗൈരിഹിം മിനൽ ഉലമായി, 4 മദ്ഹബിന്റെ ഇമാമുകളും അതല്ലാത്ത പണ്ഡിതന്മാരും ഇത്തഫഖ, അവർ യോജിച്ചിരിക്കുന്നു, അല ജവാസി, ജായിസാണ്, അഖ്ദിൽ ഉജ്റതി അല റുഖിയ നടത്തി അതിന് പ്രതിഫലം വാങ്ങുന്നത് ജായിസാണ് എന്ന വിഷയത്തിൽ 4 മദ്ഹബിന്റെ ഇമാമുകളും മറ്റുള്ള പണ്ഡിതന്മാരും ഇത്തിഫാക്കുണ്ട്, അവർ ഏകോപിച്ചിരിക്കുന്നു എന്ന് ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജർ പറയുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ മുസ്ലിമിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇതേ കാര്യം പറയുന്നുണ്ട്. ഇമാം നവവി ആ അധ്യായത്തിന്റെ പേര് തന്നെ എന്താ അറിയോ, ബാബു അധ്യായം, ജവാസു അനുവദനീയമാണ്, അഖ്ദുൽ ഉജ്റ പ്രതിഫലം സ്വീകരിക്കൽ, പ്രതിഫലം വാങ്ങൽ, കൂലി വാങ്ങൽ, അല റുഖിയ ബിൽ ഖുർആനി വൽ അദ്കാരി, ദിക്റുകൾ കൊണ്ടും ഖുർആൻ കൊണ്ടും റുഖിയ നടത്തി ഉജ്ർ കൂലി വാങ്ങൽ അനുവദനീയമാണ് എന്ന് പറയുന്ന അധ്യായം, ഒരു ബാബിന്റെ പേര് തന്നെ അതാ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലെ ഹദീസുകൾ കൊടുത്തു. എന്നിട്ട് നവവി വ്യാഖ്യാനിക്കുന്നത് ഹാദാ തസ്രീഹുൻ, ഇത് വ്യക്തമായ തെളിവാണ്, ബിജവാസി അഖ്ദിൽ ഉജ്റതി അല റുഖിയ നടത്തി ഒരാൾക്ക് റുഖിയ നടത്തിയാൽ കൂലി വാങ്ങാം, പ്രതിഫലം വാങ്ങാം എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഇത് എന്ന് ശറഹ് മുസ്ലിമിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഇത് മന്ത്രവാദികൾ നടത്തുന്ന ഒരു ബിസിനസ് ആകാനും പാടില്ല, ബിസിനസ് ആകരുത്, അങ്ങനെ ആക്കി തീർക്കുകയും ചെയ്യരുത്. ഇനി അതേപോലെ തന്നെ അതൊരു ജോലിയായിട്ട് സ്വീകരിക്കുക, അതിന്റെ ഒരാളായിട്ട് അറിയപ്പെടുക, അതിനു വേണ്ടി ക്ലിനിക്കുകൾ തുറക്കുക, ആ രൂപത്തിൽ അതൊരു ബിസിനസ് ആക്കിക്കൊണ്ട് നടക്കുക, അതിനെ പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട്, അത് അനുവദിച്ചിട്ടില്ല. ഷെയ്ഖ് ഫൗസാൻ ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭനായ സലഫി പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ഓഡിയോ നമുക്ക് ലഭ്യമാണ്, യൂട്യൂബിൽ ലഭ്യമാണ്. അതിൽ അദ്ദേഹത്തോട് ചോദിച്ചു, മാ റഅയ്ക്കും ബിഫത്ഹി ഇയാദാത്തിൻ മുതഹസ്സിസ ലിൽ ഖിറാഅ, ഇങ്ങനെ മന്ത്രം നടത്താൻ പ്രത്യേകമായിട്ടുള്ള ക്ലിനിക്കുകൾ തുറക്കുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ മറുപടി, മാ കാന ഹാദാ മിൻ അമലി സലഫി, ഇത് സലഫുകളുടെ പ്രവർത്തനത്തിൽപ്പെട്ടതല്ല. അന്നഹും യഫ്തഹൂന ദൗറൻ ഔ യഫ്തഹൂന മഹല്ലാത്തിൻ ലിൽ ഖിറാഅ, അവർ അതിനുവേണ്ടി പ്രത്യേകമായ ദൗറകൾ, പ്രത്യേകമായ കേന്ദ്രങ്ങൾ, വീടുകൾ അവര് സ്ഥാപിച്ചതായി, ക്ലിനിക്കുകൾ സ്ഥാപിച്ചതായി നമുക്ക് ഒരു തെളിവും ലഭ്യമല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലരും ചെയ്യുന്നുണ്ട്, അത് ഷർറുണ്ടാക്കുന്നുണ്ട്. വയദ്ഖുലു ഫീഹി മൻ ലാ യഹ്സിൻ, ഇതറിയാത്ത ആളുകൾ പോലും ഇത് അതിൽ പ്രവേശിക്കുന്നുണ്ട്. ലിഅന്നന്നാസ് യജറൂന വറഅ തമൈ, ആർത്തിയാണ് ജനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ട്, ഹറാമായ കാര്യങ്ങൾ ചെയ്തിട്ട് ജനങ്ങളെ ഇതിലേക്ക് വലിച്ചു കൊണ്ടുവരികയാണ്, ധനം ഉണ്ടാക്കാൻ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ, സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കാൻ, ഈ കാര്യങ്ങളൊക്കെ ഷെയ്ഖ് ഫൗസാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ രൂപത്തിൽ അതൊരു ബിസിനസ് വൽക്കരിക്കപ്പെടരുത് എന്നുള്ളതാണ് ഷെയ്ഖ് ഫൗസാൻ പറയുന്ന മറുപടി. ഇതേപോലെ തന്നെ ഷെയ്ഖ് അൽബാനിയോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു. ഇതേ രൂപത്തിൽ ഇതൊരു ബിസിനസ് ആയിട്ട് നടത്തുക, ആ രൂപത്തിലേക്ക് പോവുക. ഷെയ്ഖ് അൽബാനിയുടെ ഓഡിയോ
ലഭ്യമാണ്, കാസറ്റ് ലഭ്യമാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ലം യസ്ബുത് അൻഹു അലൈഹി സ്വലാത്തു വസ്സലാം ഹാദൽ കലാം അല്ലദീ നസ്മഉഹു ഫി ഹാദൽ സമാനി മിനൽ ലദീന തആതു മിഹിനത്തുർ റുഖിയ. മിഹിനത്തുർ റുഖിയ പറഞ്ഞാൽ റുഖിയ ഒരു ഏർപ്പാടാക്കുക. അവന്റെ ജോലി എന്താ? അത് റുഖിയാണ്, മന്ത്രിച്ചു കൊടുക്കല്. അവന്റെ ബിസിനസ് അതാണ് മിഹിനത്തുർ റുഖിയ. ലം യസ്ബുത്, ഷെയ്ഖ് അൽബാനി പറയുന്നത് ലം യസ്ബുത്, സ്ഥിരപ്പെട്ടിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് മിനൽ ലദീന തആതു മിഹിനത്തുർ റുഖിയ, ഈ റുഖിയ എന്ന പണി അതൊരു ബിസിനസ് ആക്കിയിട്ട് അതൊരു ഇതാക്കിയിട്ട് കൊണ്ടടക്കാം. ലിഹാഉലാ ഇൽ മുസാബീന, അങ്ങനെ ഇത് ബാധിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട്. ഫനഅതഖിദു അന്ന ഇന്തിശാരി ഹാദിഹിൽ മിഹ്ന, ഈ മിഹിനത്ത് ഇന്ന് വ്യാപിച്ചിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഹുവലൈസ മിന ശർഇ, ഇതെന്തല്ല ശർഇൽ പെട്ടതല്ല. ഇതെന്താണ്? എന്നിട്ട് കുറെ കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം അദ്ദേഹം പറയുന്നത് ബൽ അനഅതബിറു ദാലിക മിൻ മുഹ്ദസാത്തിൽ ഉമൂരി, ഇതിനെ ദീനിൽ പുതിയതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. ഇതേപോലെ തന്നെ ഷെയ്ഖ് സ്വാലിഹ് അസ്സുഹൈമി, അദ്ദേഹത്തിന്റെ ദീർഘമായ ഒരു ഫത്വ ഈ വിഷയത്തിലുണ്ട്. അത് വിശദീകരിക്കാൻ നമുക്ക് സമയമല്ല. ദീർഘമായൊരു ഫത്വ ഈ കാര്യത്തിൽ അദ്ദേഹം വളരെ വിശദമായിട്ട് അദ്ദേഹം അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിപ്പോ വിശദീകരിക്കുന്നില്ല, അതിന് സമയമില്ലാത്തതുകൊണ്ട്. ഇതേപോലെ തന്നെ ഷെയ്ഖ് റബീഅ് ഇബ്നു ഹാദി അൽ മദ്ഹലി, അദ്ദേഹത്തിന്റെ ചെറിയ ഗ്രന്ഥത്തിലെ റുഖിയത്ത് വ റുഖാത്ത്, ചോദ്യോത്തരങ്ങൾ എന്നുള്ള ഗ്രന്ഥത്തില് അദ്ദേഹം ഇതേ കാര്യം പറയുന്നുണ്ട്. എന്ത്? അദ്ദേഹം പറയുന്നത് വല്ലാഹി അന അൻസഹു സലഫീന, ഈ സലഫികളെ ഞാൻ ഉപദേശിക്കുന്നു, അല്ലാ യദ്ഖുലു ഹാദൽ ബാ, ഈ ബാബ്, ഈ കവാടത്ത്, ഈ വാതിലിലേക്ക് അവർ പ്രവേശിക്കരുത്. വലാ യൻസിബു അഹദുൻ നഫ്സഹു, ഒരാളും ഞാനൊരു മന്ത്രവാദിയാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു രീതി, എന്നിട്ട് അതിനെ കച്ചവടവൽക്കരിക്കുന്ന ഒരു രീതി ഉണ്ടാകരുത്. അൽ അൽബാനി, ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ ഹൽ നസബു അൻഫുസഹും ലിഹാദിഹിൽ അശ്യായി, ഈ കാര്യങ്ങൾക്ക് വേണ്ടി വരാരെങ്കിലും ഞങ്ങൾ മന്ത്രവാദികളാണെന്ന് പറഞ്ഞിട്ട് അൽബാനിയോ ഇബ്നു ബാസോ ഇബ്നു ഉസൈമീനോ വരാരെങ്കിലും ഇരുന്നിട്ടുണ്ടോ? അസ്സലഫു മിന സ്വഹാബ, സ്വഹാബികളിൽപ്പെട്ട ആരെങ്കിലും, താബിഈന അല്ലെങ്കിൽ താബിഈങ്ങളിൽപ്പെട്ട ആരെങ്കിലും, വഇമത്തുൽ ഹുദ അഹ്മദ് മാലിക് ഷാഫി ഹൽ നസബു അൻഫുസഹും ഹക്കദ, ഇതങ്ങനെ ചോദിച്ചിട്ട് അദ്ദേഹം പറയണ അതിന് അൻതും, നിങ്ങൾ എവിടെയാണ്? നഖൂലു അസ്സലഫ്, അസ്സലഫ് സലഫികളാണെന്ന് നമ്മൾ പറയുന്നു. വനഹനു അസ്സലഫിയുന ബഅദ നഖ്തരി ഹാദിഹിൽ അശ്യാ, നമ്മൾ സലഫികളാണെന്ന് പറയുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. റുഖിയത്തു ജായിസ, റുഖിയ എന്നുള്ളത് ജായിസാണ്. ലാക്കി ലൈസത്ത് ബിത്തുർഖിയാദി, പക്ഷെ ഇതേപോലുള്ള പിന്നെ മാർഗങ്ങളിലൂടെയല്ല. ഫക്കൂനു അഹ്ലൽ ഇത്തിബാഇ ഹക്ക, നിങ്ങൾ ഹക്കിനെ പിൻപറ്റുന്ന ആളുകളായിരിക്കണം. ഉത്റുഖു ഹാദിഹിൽ അശ്യാ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കണം. ഈ കാര്യങ്ങൾ അങ്ങനെ വളരെ ദീർഘമായിട്ട് ഷെയ്ഖ് മദ്ഹലിയും അദ്ദേഹത്തിന്റെ ആ ചെറിയ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഈ വിഷയത്തിൽ ലജ്നത്ത് ദായിമയുടെ ഫത്വ നമുക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖ് റബീഅ് ഇബ്നു ഹാദി അൽ മദ്ഹലിയോട് തന്നെ വേറൊരു ചോദ്യം ചോദിച്ച സന്ദർഭത്തിലും അദ്ദേഹം ഇതേ കാര്യം നമുക്ക് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഇതൊരു മെഹനത്താക്കിയിട്ട് എടുക്കരുത്, അതൊരു ബിസിനസ് ആക്കി കൊണ്ടുനടക്കരുത്. അദ്ദേഹം പറയുന്നത് വലാക്കിൻ ലാ യത്തഖിദുഹു മിഹന, ഇതൊരു മെഹനത്താക്കി എടുക്കരുത്. വതിജാറ, ഒരു കച്ചവടമാക്കരുത്. മിസ്ലമാ നറാഹുൽ ആന അലസ്സാഹ, ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ. അപ്പോ അത് അതിൻ്റെതായ ആളുകൾക്ക് ചെയ്തു കൊടുക്കാം. എന്നാൽ അത് ഇന്ന് കാണുന്ന കോലത്തിൽ മന്ത്രവാദികൾ ചില ജാറങ്ങളിലും ദർഗകളിലും കാണുന്ന കോലത്തിൽ അതൊരു ബിസിനസ് ആക്കിയിട്ട് കൊണ്ട് നടക്കരുത് എന്നുള്ളതാണ് ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഫത്വകൾ ഒരുപാടുണ്ട്. അപ്പോ ഇത് റുഖിയ അത് അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെതായ രൂപത്തിൽ ശുറൂത്തുകളോടുകൂടി. ഒരാൾ അങ്ങനെ ചെയ്താൽ ആ സുഖപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ പ്രതിഫലം വാങ്ങുന്നത് ജായിസാണ്, അതിന് വിരോധമൊന്നുമില്ല. എന്നാൽ ഇതൊരു ബിസിനസിന്റെ കോലത്തിലേക്ക്, ഒരു കച്ചവടത്തിന്റെ രൂപത്തിലേക്ക് ഇത് വരാനും പാടില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഖുർആൻ ശരീരത്തിൽ എഴുതി കെട്ടാമോ? ഖുർആൻ ശരീരത്തിൽ ഖുർആൻ ഓതിയിട്ട് ആ രൂപത്തിലുള്ള നൂലുകള് അല്ലെങ്കിൽ തകിടുകള്, കടലാസുകള്, അതൊക്കെ എന്ത് ചെയ്യാം? ശരീരത്തിൽ ബന്ധിക്കുക. അത് അനുവദനീയമാണോ എന്നുള്ളതാണ് ചോദ്യം. അതില്
അനുവദനീയമല്ല എന്നാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ള ഒറ്റ വാക്കിലുള്ള ഉത്തരം. ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, രണ്ട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ശിർക്കൻ മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഈ രൂപത്തിലുള്ള ഉറുക്കുകളും നൂലുകളും മന്ത്രങ്ങളും ഒക്കെ കെട്ടുന്ന ആളുകളുണ്ട്. അത് ശിർക്ക് തന്നെയാണ്, ആ കാര്യത്തിൽ നമുക്ക് സംശയമല്ല. ആരുടെ വിശ്വാസം ആ രൂപത്തിലാണ്, ആ ഷെയ്ഖിന്റെ പവർ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ചില കാര്യങ്ങൾ ഇന്ന ആളെ ഇത് അവിടെ ഷിർക്കിന്റെ മന്ത്രങ്ങള്, ജിന്നിനോടുള്ള പിശാച്ചിനോടുള്ള സഹായം തേട്ടങ്ങൾ, ഇതൊക്കെ ആ രൂപത്തിലുള്ള ഉറുക്കുകളും മന്ത്രങ്ങളും ഒക്കെ അത് ഷിർക്കാണ് എന്നുള്ള കാര്യത്തില് നമുക്ക് ആർക്കും തർക്കമല്ല. ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതല്ല. ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് എന്താ വെച്ചാല്, ഖുർആൻ അത് എഴുതിയിട്ട് അത് കടലാസ് കൊണ്ട് പൊതിയ, അതല്ലെങ്കിൽ അത് ഒരു തകിടിലോ പ്ലേറ്റിലോ എഴുതുക, എന്നിട്ട് അത് ശരീരത്തിൽ ബന്ധിക്കുക, അതിന് തെളിവുണ്ടോ എന്നുള്ളതാണ്. അപ്പോ അതിന് നമുക്ക് പ്രത്യേകിച്ച് തെളിവുകൾ ഒന്നും നമുക്ക് കാണാൻ സാധ്യമല്ല. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് അത് ഇഖ്തിലാഫ് ഉണ്ട്, ചില ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സംഭവം, ആ സംഭവം എടുത്ത് ഉദ്ധരിച്ചിട്ടാണ് ചില ആളുകൾ ഖുർആൻ കൊണ്ട് കെട്ടിയതാണെങ്കിൽ തെറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള സംഭവം അതല്ല. അദ്ദേഹം ഈ രൂപത്തിലുള്ള കെട്ടല്ല കെട്ടിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, കിതാബ് തൗഹീദില് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദില് ഇത് സംബന്ധമായിട്ടുള്ള ഒരു അധ്യായം കാണാം. അതിൽ ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ കുറെ കൊടുത്തിട്ടുണ്ട്. ഏത് മൊത്തത്തിൽ ഇന്ന റുഖാവത്തമ ഇമവത്തി വലത്ത ഷിർക്കുൻ, അതൊക്കെ ഏലസുകളും ഐക്കല്ലുകളും ആ രൂപത്തിലുള്ള ഷിർക്കൻ മന്ത്രങ്ങളും അത് ഷിർക്കാണ് എന്ന് പറയുന്ന ഹദീസ്. അതേപോലെ തന്നെ മൻ അല്ലക തമീമത്തൻ ഫഖദ് അശ്റക, ആരെങ്കിലും തമീമത്ത് കെട്ടിയാൽ അവൻ ഷിർക്ക് ചെയ്തു. ഈ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചതിന് ശേഷം അതിൽ ഇബ്രാഹിമുൻ നഖയുടെ വാചകം ഉദ്ധരിക്കുന്നുണ്ട്. കാനൂ യക്റഹൂന അത്തമായിമ കുല്ലഹ, അവർ എല്ലാവിധ തമീമുകളെയും വെറുക്കുന്നവരായിരുന്നു. മിനൽ ഖുർആനി വഗൈരിൽ ഖുർആനി, അത് ഖുർആനിൽ നിന്നുള്ളതാണെങ്കിലും അല്ലെങ്കിലും അവര് എല്ലാ രൂപത്തിലുള്ള ഏലസുകളെയും അവർ വെറുത്തിരുന്നു. ഇത് ഉദ്ധരിച്ചതിന് ശേഷം ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല ഇതിന് കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം എന്താ വെച്ചാല്, ഇതിന് കൊടുക്കുന്ന വ്യാഖ്യാനം, ഇബ്രാഹിമു നഖൈ അദ്ദേഹം താബികളിലെ ഇമാമുകളിൽപ്പെട്ട പ്രഗത്ഭനാണ്. ഇവിടെ യുക്രിഹൂന എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം യുഹരിമൂന എന്നുള്ളതാണ്. അതായത് അവരത് ഹറാമായി കണ്ടിരുന്നു എന്നുള്ളതാണ്. അവരിവിടെ കറാഹത്തിനെ പ്രയോഗിച്ചിട്ടുള്ളത് ഹറാം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ കാനു യക്റഹൂന അത്തമായിമ കുല്ലഹ മിനൽ ഖുർആനി വഗൈരിൽ ഖുർആനി, അപ്പോ ഖുർആൻ കൊണ്ട് എഴുതി കിട്ടിയതാണെങ്കിലും അല്ലെങ്കിലും മൊത്തത്തിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും ശരീരത്തിൽ ഈ രൂപത്തിൽ ബന്ധിക്കുന്നതിന് അവര് നിഷിദ്ധമായി കണ്ടിരുന്നു എന്നുള്ളത് കിതാബ് തൗഹീദിൽ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ വിശദീകരണങ്ങള് ഷെയ്ഖ് ഉസൈമീൻ, അതേപോലെ തന്നെ ഷെയ്ഖ് ഫൗസാന്, സഅദി ഇവരൊക്കെ, ഇബ്നു ബാസ് ഇവരൊക്കെ അതിന്റെ വിശദീകരണങ്ങൾ വായിച്ചാൽ നമുക്ക് ആ സംഗതി വളരെ വ്യക്തമാകും. ഇനി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ അദ്ദേഹത്തിന്റെ മക്കൾക്ക് കെട്ടിക്കൊടുക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലജ്നത്ത് ദായിമയോട് ഈ ചോദ്യം ചോദിച്ച സന്ദർഭത്തിൽ അവരതിന് കൊടുക്കുന്ന വിശദീകരണം ഇതാണ്. എന്ത്? അതായത് പണ്ഡിതന്മാർ ഖുർആൻ കൊണ്ട് എഴുതി കെട്ടുന്ന, ഖുർആൻ കൊണ്ട് ബന്ധിക്കുന്നതാണെങ്കിലും അത് രൂപത്തിലുള്ള ഏലസുകളോ എന്താണെങ്കിലും അവരതിനെ വെറുത്തിരുന്നു. 3 കാരണങ്ങളാണ് അതിന് പറയുന്നത്. 3 കാരണങ്ങൾ കൊണ്ട് അത് ജായിസല്ല, ഖുർആൻ കൊണ്ടുള്ളതാണെങ്കിലും അത് അനുവദനീയമല്ല. ഒന്ന് അവര് പറയുന്നത്, ഒന്ന് മൊത്തത്തിൽ ആ ഹദീസുകളിൽ വന്നിട്ടുള്ളത് ആമായ പ്രയോഗമാണ്. ഇന്ന റുഖാ വത്തമായിമ വത്തിവലത്ത ഷിർക്കുൻ, മൊത്തത്തിൽ ഏലസുകളും ഐക്കല്ലുകളും മന്ത്രങ്ങളും ആ രൂപത്തിലുള്ള മന്ത്രങ്ങളും അത് ഷിർക്കാണ്. എന്നിട്ട് അവര് പറഞ്ഞെന്താ വെച്ചാല് ഇത് ആമായ പദപ്രയോഗമാണ്. അപ്പൊ ഖുർആൻ കൊണ്ടുള്ള ഏലസുകളോ ഐക്കല്ലുകളോ അത് ജായിസാണ് എന്നുള്ളത് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഇതില് എന്ത് വന്നു? ഖുർആൻ കൊണ്ട് എഴുതി കെട്ടുന്നതും ഇതിൽ വന്നു. അതുപോലും പാടില്ല. രണ്ടാമത് അവര് പറയുന്നത്, ഇത് ഇനി ഖുർആൻ കൊണ്ട് ഒരാൾ എഴുതി കെട്ടിയാൽ തന്നെ അത് ചിലപ്പോൾ എന്താവും? വസീലത്ത് ഷിർക്കാവും. അത് ചിലപ്പോൾ ഷിർക്കിലേക്ക് എത്തും. അവർ പറയുന്നത് ഇന്ന തഅലീക തമീമത്തൻ മിനൽ ഖുർആനി
യഫ്ലി ഇലാ തഅരീക്കി മാ ലൈസ മിനൽ ഖുർആനി. ആദ്യം എന്ത് ചെയ്യും? ഖുർആനുള്ളത് എഴുതിയിട്ട് കിട്ടും. പിന്നെ അതെന്താവും? ഖുർആൻ അല്ലാത്തതിലേക്ക് പോകും. ശൈത്താൻ മനുഷ്യനാ രൂപത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് സദ്ദല്ലി ദരിഅ, അതുകൊണ്ട് ഒരു വലിയ തെറ്റിനെ തടുക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? അതുപോലും ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇതാണ് അവർ രണ്ടാമത് കൊടുക്കുന്ന വിശദീകരണം. മൂന്നാമത്തത്, ഈ രൂപത്തിൽ ഖുർആനെ കെട്ടി നടക്കുക എന്നുള്ളത് ഖുർആനെ നിന്ദിക്കലാണ്. കാരണം ഒരു മനുഷ്യൻ ബാത്റൂമിൽ, ടോയ്ലറ്റിൽ, ഇങ്ങനെയുള്ള ഇതിലൊക്കെ ഒരു മനുഷ്യൻ പ്രവേശിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഖുർആനെ നിന്ദിക്കലാണ്. ഈ കാരണങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചിട്ട് അവർ പറയുന്നത്, എന്നാൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നിന്ന് വന്നിട്ടുള്ള ഒരു റിവായത്ത്, വമാ റവിയ അൻ ഇബ്നി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്നുള്ള റിവായത്ത്, ഇന്നമാ ഹുവ ഫീ തഹ്ഫീലി ഔലാദിഹി, അദ്ദേഹം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് വന്നത് എന്താണ്? അദ്ദേഹം തന്റെ കുട്ടികൾക്ക് തഹ്ഫീലി ഔലാദിഹി അൽ ഖുർആൻ, ഖുർആൻ ഹിഫ്ളാക്കി കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്? വ കിതാബത്തുഹു ഫിൽ അൽവാഹി, അദ്ദേഹം എന്ത് ചെയ്യും? ആ ഖുർആന്റെ ആയത്തുകൾ കുട്ടികൾക്ക് ഹിഫ്ളാക്കാനുള്ള ആയത്തുകൾ അദ്ദേഹം ചില പലകളിൽ എഴുതും. വ തഅരീക ഹാദിഹിൽ അൽവാഹി ഫി റികാബിൽ ഔലാദി, അതെന്ത് ചെയ്യും? കുട്ടികളുടെ ശരീരത്തിൽ കെട്ടിക്കൊടുക്കും. ഇത് ലാ ബി ഖസ്ദി അൻ തകൂന തമീമ യസ്തദ്ഫഉ ബിഹാ അൽദററ ഔ യജ്ലിബു ബിഹാ നഫ. ഇതെന്താണ്? ഈ ശിർക്കിന്റെ ആളുകൾ പറയുന്ന എന്തെങ്കിലും ഉപകാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവത്തെ തടുക്കുന്നതിന് വേണ്ടിയിട്ടോ ആണല്ലോ ഈ രൂപത്തിലെ കേലസുകൾ, ഐക്കലുകളും കെട്ടാറുള്ളത്. അതിനു വേണ്ടിയിട്ട് കെട്ടുന്ന ഒന്നല്ലത്. അത് ഉദ്ദേശിച്ചുകൊണ്ടല്ല അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അത് അങ്ങനെ ബന്ധിച്ചു എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അതുകൊണ്ട് ഖുർആൻ കൊണ്ട് നമുക്ക് അങ്ങനെ കെട്ടുന്നതിന് വിരോധമല്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ചെയ്യാറുണ്ട്. അപ്പോ ലജ്നത്ത് ദായിമ അത് കൃത്യമായി നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചിരുന്നുണ്ട്. ലജ്നത്ത് ദായിമ അടക്കം ഷെയ്ഖ് ഹുസൈമീനൊക്കെ അത് വിശദീകരിക്കുന്നത് അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? കുട്ടികൾക്ക് ഇങ്ങനെ ഹിഫ്ളാക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാ? അത് ഒരു കടലാസിലോ ഒരു പലകയിലോ എഴുതിയിട്ട് അത് കുട്ടികളുടെ ശരീരത്തിൽ കെട്ടിക്കൊടുക്കും. എന്നിട്ട് അവര് അത് ഹിഫ്ളാക്കാൻ ശ്രമിക്കും. അവര് മറക്കുമ്പോ വീണ്ടും അതെടുത്തിട്ട് നോക്കും. ആ രൂപത്തിൽ ഇപ്പൊ നമുക്ക് എങ്ങനെ അയാളുടെ കുട്ടിക്ക് അയാൾ ആയത്തിൽ കുറിച്ച് പഠിപ്പിക്കണം. അപ്പൊ എന്ത് ചെയ്യുന്ന? ആയത്തിൽ കുറിച്ച് ഒരു കടലാസിലാക്കിയിട്ട് എഴുതി കൊടുക്കുക. അത് ശരീരത്തിൽ എവിടെയെങ്കിലും കെട്ടിക്കൊടുക്കുക, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. അപ്പൊ അത് മറ്റുള്ള ഏലസുകളുമായിട്ട് ഐക്കലുമായിട്ടോ ബന്ധപ്പെടുന്ന ഒരു സംഗതിയല്ല. ഇതിനെ ആളുകൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു ചെയ്തത് ഇതാണ് എന്നാണ് പണ്ഡിതന്മാരൊക്കെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ്? ഖുർആന് നമുക്ക് എഴുതിയിട്ട് കെട്ടാൻ പാടില്ല. ഖുർആൻ ആണെങ്കിലും മൊത്തത്തിൽ എഴുതി കെട്ടുന്നതിനെ പണ്ഡിതന്മാര് എതിർത്തിട്ടുണ്ട് എന്നർത്ഥം. ഇതാണ് അത് സംബന്ധമായിട്ട് പറയാനുള്ളത്. അടുത്ത ചോദ്യം, ജിന്ന് ബാധിച്ച ഒരാളെ അടിച്ച് ചികിത്സിക്കാമോ? ജിന്ന് ബാധിച്ച ഒരാളെ അടിച്ച് ചികിത്സിക്കാമോ എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഇത് നമുക്കറിയാം, ഇന്ന് നമ്മുടെ കേരളത്തില്, നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾക്കിടയില് വമ്പിച്ച ഒരു വിവാദമായി മാറപ്പെട്ട ഒരു വിഷയമാണിത്. കാരണം മന്ത്രവാദത്തിന്റെ പേരിൽ ഇസ്ലാം പഠിപ്പിച്ച അടിസ്ഥാനപരമായ ആദർശങ്ങളെ പോലും നിഷേധിക്കുന്നതിന് വേണ്ടി, പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ. കാരണം ഈ രൂപത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾ നടത്തിയെങ്കിൽ മാത്രമേ ചില പ്രസ്ഥാനക്കാർക്കും ചില സംഘടനക്കാർക്കും ഊർജം, മൈലേജ് കിട്ടുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാ? എവിടെയെങ്കിലും ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കണ്ടില്ലേ, അവിടെ അടിച്ചിട്ട് മരിച്ചു, ഇവരടിച്ചിട്ട് നട്ടല് തകർന്നു, ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ജിന്ന് ബാധിച്ച ഒരാളെ അടിക്കാമോ എന്നുള്ളതാണല്ലോ വിഷയം. ഏത് വിഷയത്തിലും നമ്മൾ സ്വീകരിക്കുന്നത് പോലെ ഈ വിഷയത്തിലും പ്രമാണങ്ങളിൽ വന്നത് എന്താണോ അവിടെ നമ്മൾ നിന്നാ മതി. പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടത് എന്താണോ അത് നമ്മൾ അംഗീകരിക്കുക. അതിനെ ഓവർടേക്ക് ചെയ്യാതിരിക്കുക, അതിനെ നിഷേധിക്കാതിരിക്കുക, അത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കൂല എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളാതിരിക്കുക. സലഫുകളായ ആളുകൾ ആ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് എന്താണോ അവിടെ നമ്മൾ നിന്നാ മതി. അപ്പൊ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, ഇവിടെ ചില ആളുകളുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടാൽ തോന്നുന്നത് വെച്ചാല് റുഖിയ ആകണമെങ്കിൽ അടി ഫറളാണ് എന്നുള്ള രൂപത്തിലാണ്. റുഖിയ ആകണമെങ്കിൽ അടി ഫറളാണ്. റുഖിയ ആകണമെങ്കിൽ അടി ഫറളാണ് എന്നുള്ള രൂപത്തിലാണ്. റുഖിയ ആകണമെങ്കിൽ അടി ഫറളാണ് എന്നുള്ള രൂപത്തിലാണ്. റുഖിയ ആകണമെങ്കിൽ അടി ഫറളാണ് എന്നുള്ള രൂപത്തിലാണ്. റുഖിയ ആകണമെങ്കിൽ അടി ഫറളാണ് എന്നുള്ള രൂപത്തിലാണ്.
റുഖിയ മന്ത്രമാകണമെങ്കിൽ, റുഖിയത്ത് ശറഈ ആകണമെങ്കിൽ അടിക്കണം, അടിച്ചേ തീരുള്ളൂ. അവരുടെ പ്രസംഗം കേട്ടാൽ തോന്നുന്ന റുഖിയ ശറഈന്റെ ഒരു ഷർത്താണ് അടി എന്ന് തോന്നിപ്പോവും. അനസ് മുസ്ലിയാരുടെയും ഹനീഫ കാക്കോടിന്റെ ഒക്കെ പ്രസംഗങ്ങൾ കേട്ടാല് ആ രൂപത്തിൽ നമ്മൾ പ്രചരിപ്പിക്കുന്നത് പോലെയാണ് അവരുടെ പ്രസംഗങ്ങള്. ഏത് റുഖിയ ശറഈന്റെ ഷർത്താണെന്ത്? അടി എന്നുള്ളതാണ് അവരുടെ പ്രസംഗങ്ങൾ കേട്ടാൽ തോന്നുക. ആ രൂപത്തിലാണ് അവർ യഥാർത്ഥത്തിൽ ഇതിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അടിച്ചിട്ടില്ലെങ്കിൽ റുഖിയ ആവില്ല എന്നുള്ള തെറ്റിദ്ധാരണ അവർക്കുണ്ടോ എന്നുള്ളതാണ് സംശയം. അടിച്ചെങ്കിലേ റുഖിയ ആകുള്ളൂ എന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആരും അത് പറഞ്ഞിട്ടില്ല. റുഖിയ ആകണമെങ്കിൽ അടി ഫർളാണ്, നമ്മൾ ആരും അത് പറഞ്ഞിട്ടില്ല. എന്നിട്ട് എന്താ ചെയ്യണത് വെച്ചാല് തെറ്റിദ്ധരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന്, റുഖിയ ശറഈയ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ആ മന്ത്രമായി തീരണമെങ്കിൽ അത് അടിച്ചെങ്കിലേ റുഖിയ ആയിത്തീരുള്ളൂ എന്നുള്ള ഒരു വാദം നമുക്ക് ആർക്കും ഇല്ല. ആ വാദം നമുക്ക് ആർക്കും ഇല്ല. ഇനി രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് ജിന്ന് ബാധിച്ചു. ആ ജിന്ന് ബാധിച്ച ആളെ അടിച്ചു തന്നെ ആ ജിന്നിനെ പുറത്താക്കണം എന്നുള്ളത് നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവര് തെറ്റിദ്ധരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യും. വിഷയത്തെ കോട്ടിമാറ്റി പുകമറകൾ സൃഷ്ടിച്ച് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ പരിഹസിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത്. ജിന്ന് ബാധിച്ച ഒരാളെ അടിച്ചു തന്നെ ആ ജിന്നിറക്കണമെന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഇവിടെ ആർക്കെങ്കിലും വാദമുണ്ടോ? ഒരാൾക്ക് ജിന്ന് ബാധിച്ചിട്ടുണ്ട്, ആ ജിന്ന് അടിച്ചു തന്നെ ഇറക്കണം, അടിക്കാതെ ഇറക്കാൻ പറ്റൂല, അയാൾക്ക് ഓതി കൊടുത്താൽ പോരാ എന്നുള്ളത് നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട വിഷയമാണ്. ഒന്ന്, ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താ വെച്ചാല്, റുഖിയ എന്ന് പറഞ്ഞാൽ തന്നെ ആളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അടിയാണ്. റുഖിയ എന്ന് പറഞ്ഞാൽ തന്നെ അടി, ജിന്ന് എന്ന് പറഞ്ഞാൽ തന്നെ അടിയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ആ രൂപത്തേക്ക് ഇവരാക്കി തീർക്കാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അപ്പൊ അടിക്കുക എന്നുള്ളത്, അടിച്ചെങ്കിലേ റുഖിയ ആകൂ എന്നുള്ളത് നമ്മൾ ആരും എവിടെ അത് പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ജിന്ന് ബാധിച്ച ഒരാൾക്ക് അടിച്ചെങ്കിലേ ആ ജിന്ന് ബാധ നാളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ, അതും നമ്മളാരും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ വെറുതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, അടി തന്നെ പാടില്ല എന്നുള്ളത് ഇസ്ലാമിലുണ്ടോ? നിങ്ങൾ അതൊന്ന് വിശദീകരിക്കും. എന്താ ഇസ്ലാമില് അടി തന്നെ പാടില്ല എന്നുള്ളത് ഇസ്ലാമിലുണ്ടോ? ഇവരുടെ പ്രസംഗങ്ങൾ കേട്ടാൽ തോന്നുന്നത് എന്താ പറയുക, ഇസ്ലാമിന്ന് പുറത്തു പോകുന്നുള്ളത്. അടിച്ചാല്, ആരെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ അടിച്ചാല് അടി തന്നെ ഇസ്ലാമിൽ ഇല്ല എന്നുള്ളത് തോന്നിപ്പോവും. ആ രൂപത്തിലുള്ള പ്രസംഗങ്ങളാ. എന്താ അടി തന്നെ ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതാണോ നിങ്ങളുടെ വാദം? ചിലപ്പോ ഇനി അതും പ്രസംഗിച്ചുകൂടായില്ല. കാരണം 10 വയസ്സായിട്ടും കുട്ടികൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം എന്നുള്ള വിധി ഇസ്ലാമിന്റെ വിധിയാണ്. ഇനി നാളെ മുതൽ നമ്മൾ അതിനെതിരായിട്ട് പ്രസംഗിക്കോ? അല്ലെങ്കിൽ ആ ഹദീസ് മൻസൂഖാണെന്ന് പറയോ? ഒരാൾക്ക് വേണമെങ്കിൽ വാദിക്കാലോ, ചെറിയ കുട്ടികളെ പോലും മർദ്ദിക്കണമെന്നാണ്, അടിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരാൾ പ്രസംഗിച്ചാൽ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ആ ഹദീസ് മൻസൂഖാണെന്ന് പറയും. ഇന്നത്തെ പാഠ്യപദ്ധതിയിൽ എന്താ? ഇന്നത്തെ പാഠ്യപദ്ധതി, ഇന്നത്തെ ഈ ശാസ്ത്രകാരന്മാരും ഇവരൊക്കെ പറയുന്നത് എന്താ? കുട്ടികളെ അടിക്കരുത് എന്നുള്ളതാ. ഇസ്ലാം പറയുന്നത് എന്താ? ഇസ്ലാമിന്റെ വിധി എന്താ? 7 വയസ്സ് മുതൽ കുട്ടികളെ നിസ്കാരം ശീലിപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം എന്നുള്ളതാ. അപ്പൊ ഇനി ഒരാൾ നാളെ പ്രസംഗിക്കുകയാണ്, കുട്ടികളെ പോലും തല്ലാൻ പഠിപ്പിക്കുന്ന, അടിച്ച് മർദ്ദിപ്പിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മതമാണ് ദീനുൽ ഇസ്ലാം എന്ന് വെച്ചിട്ട് ഒരാൾ പ്രസംഗിച്ചാലോ? ഇതൊക്കെ ഇസ്ലാമിനെ തന്നെ വികൃതമാക്കുന്ന ഒരു രൂപത്തിലേക്കാണ് ഇവര് കാടടച്ചിട്ട് വെടിവെക്കുന്ന യഥാർത്ഥത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖുർആനിൽ വന്നല്ലോ, ഭാര്യമാരോട് പാലിക്കേണ്ട മര്യാദകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, അവരുടെ അടുത്തുനിന്ന് തെറ്റുകൾ സംഭവിച്ചാൽ അവരെ ഉപദേശിക്കണം, കിടപ്പറ വെടിയണം. അതിൽ പറഞ്ഞ ഒരു നിർദ്ദേശം എന്താ? അവരടിക്കണം എന്നുള്ളതാ. നാളെ ഇനി ആയത്ത് നിങ്ങൾ മൻസൂഖാണെന്ന് പറയോ? കാരണം ഇവരുടെ പ്രസംഗം കേട്ടാൽ എന്താ വെച്ചാൽ അടി എന്ന് പറഞ്ഞൊരു സംഗതി തന്നെ ഒരാൾ ചെയ്താൽ ഇസ്ലാമെന്ന് പുറത്താണെന്നുള്ള രൂപത്തിലാണ് ഇവരുടെ പ്രസംഗങ്ങൾ. ആ രൂപത്തിൽ നിങ്ങളുടെ ഇണകളിൽ നിന്നും ഭാര്യമാരിൽ നിന്നും തെറ്റുകൾ കണ്ടാൽ അവരെ അടിക്കണം. ആ അടിക്കേണ്ട മര്യാദകൾ ഏത്, അതിന്റെ ഘട്ടം
ആ അടിക്കേണ്ട രൂപം, അത് എത്രത്തോളം ആകാം, എവിടെ വെച്ചിട്ടാകാം എന്നൊക്കെ ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു. ഇതൊന്നും പാലിക്കാതെ ഒരാൾ ഭാര്യനെ അടിച്ചിട്ട് മർദ്ദിച്ചു, എന്നിട്ട് നാളെ ഒരാള് നമ്മളാരെങ്കിലും ആ ആയത്ത് എടുത്തിട്ട് നമ്മൾ ഉദ്ധരിച്ചു, ഇങ്ങനെ ഖുർആന്റെ ഒരു കൽപ്പന ഉണ്ടെന്ന് പറഞ്ഞു, ആരെങ്കിലും ആയത്തിന് ദുരുപയോഗം ചെയ്തിട്ട് നാളെ നമ്മുടെ നേരെ വന്നിട്ട് ഇതാ ഭാര്യമാരെ അടിക്കാനും മർദ്ദിക്കാനും തെളിവുണ്ടാക്കി കൊടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ യഥാർത്ഥത്തില് ഇതൊക്കെ എന്താ ചോദിച്ചാല് ശരിയായിട്ടുള്ള സലഫികളുടെ ഇസ്ലാമിലുള്ള ഒരു സംഗതി അത് ഉണ്ട് എന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് അത് തുറന്നു പറയാൻ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്. പ്രമാണങ്ങളെ നമ്മൾ മൂടി വെച്ചിട്ടൊരു കാര്യമല്ല. അപ്പൊ അടി തന്നെ ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അതുള്ളത് എന്താ, ഉള്ളത് പോലെ പറഞ്ഞാൽ എന്താ? നമ്മൾ ആരെയാ നമ്മൾ ഭയപ്പെടുന്നത് പ്രമാണങ്ങൾ തുറന്നു പറയാൻ? ഇനി അടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? സിറാജുദ്ദീനും ഷാജഹാനും ഒക്കെ അടിച്ച അടി, അത് അടിക്കണം എന്നുള്ളത് ആരെങ്കിലും പറയുന്നുണ്ടോ? ആരെങ്കിലും പറയുന്നുണ്ടോ? അത് പാടില്ല എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? എന്നിട്ട് ഹനീഫ കായക്കൊടിയും മനസ്സും പ്രസംഗിക്കാൻ അടിച്ചിട്ട് നട്ടല് തകർത്ത ആ സ്ത്രീയെ കൊന്നു, അതിന് തെളിവുണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ എന്നാ. സിറാജുദ്ദീൻ മുസ്ലിയായിരിക്കും, ഷാജഹാൻ മുസ്ലിയായിരിക്കും, ഇങ്ങനെയുള്ള മുസ്ലിയാരിക്കന്മാർക്ക് നമ്മൾ തെളിവുണ്ടാക്കി കൊടുക്കുന്നു എന്ന്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ 10 വയസ്സായിട്ട് നിസ്കരിക്കാത്ത ഒരു കുട്ടിയെ ഒരാളെ അടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ വന്നിട്ട് ഒരാള് നമ്മളോട് പറയണം നിങ്ങളാണ് അതിന് തെളിവുണ്ടാക്കി കൊടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? ഇതൊക്കെ എന്ത് വാദമാണ് ഇതൊക്കെ? സിറാജുദ്ദീൻ മുസ്ലിയാർ അടിക്കുന്ന, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള മന്ത്രവാദികൾ, ഷിർക്കിന്റെ ആളുകൾ അടിക്കുന്ന ആ രൂപത്തിലുള്ള അടികൾ അടിക്കണമെന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് അടിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കെങ്കിലും തർക്കമുണ്ടോ? നമ്മൾ പറയുന്നു ആ രൂപത്തിലുള്ള അടി പാടില്ല. അത് ജിന്നിനെ ഇറക്കാനാണെങ്കിലും അല്ലെങ്കിലും ഒരാൾക്ക് ജിന്ന് ബാധിച്ചിട്ടുണ്ട്, നമ്മൾ പറയുന്നു ഒരാൾക്ക് ജിന്ന് ബാധിച്ചിട്ടുണ്ട്, ഖുർആൻ ഓതിക്കൊടുത്തു, ഇസ്ലാം പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങൾ ചെയ്തു കൊടുത്തു, അതുകൊണ്ടൊന്നും ജിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല എങ്കിൽ സിറാജുദ്ദീൻ മുസ്ലിയാരെ അടിച്ച അടി അടിക്കാൻ പറ്റുമോ? അടിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ആ രൂപത്തിലുള്ള മന്ത്രവാദികളുടെ അടി ഇസ്ലാം പറഞ്ഞിട്ടില്ല. ജിന്ന് ബാധിച്ച ഒരാളുടെ ശരീരത്തിൽ നിന്നും ജിന്നിനെ ഇറക്കാനും മനുഷ്യനെ കൊല്ലുന്ന രൂപത്തിൽ അടിക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും പാടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? നമ്മൾ സിറാജുദ്ദീൻ മുസ്ലിയാർക്ക് തെളിവുണ്ടാക്കി കൊടുത്തിട്ടൊന്നുമില്ല, അത് പാടില്ല എന്നാ പറയുന്നത്. സിറാജുദ്ദീൻ മുസ്ലിയാരുടെ അടി അത് ഇസ്ലാമിന് വിരുദ്ധമാണ്, അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. ജിന്നിനെ ഇറക്കാൻ വേണ്ടി ആ മുസ്ലിയാർ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രവാദികള് ലോകത്തെവിടെയെങ്കിലും അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും അടിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളത് നമ്മൾ പറയുന്നു. അത് നമുക്ക് തർക്കമുണ്ട്. എന്നിട്ട് നമ്മൾ തെളിവുണ്ടാക്കി കൊടുത്തു എന്ന്. കാരണം അവർക്ക് മൈലേജ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ വിഷയങ്ങൾ എന്തെങ്കിലും ഒന്ന് വേണം. എനിക്ക് മൈലേജ് കിട്ടണമെങ്കിൽ അവരുടെ സംഘടനയ്ക്ക് നിലനിൽപ്പ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിലാണ്. അപ്പൊ ആ രൂപത്തിൽ അടിക്കാം എന്നുള്ളത് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ ജിന്ന് ബാധിച്ച ഒരു മനുഷ്യനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന്റെ മുമ്പൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോ ഹനീഫ കായക്കൊടിയും അനസ് മുസ്ലിയാരും അബ്ദുറഹ്മാൻ സലഫിയൊക്കെ അത് വളരെയധികം ഘോരമായിട്ട് ഇത് പ്രസംഗിച്ച് നടക്കുന്നുണ്ടല്ലോ. അടിച്ചു, നമ്മൾ അതിന് തെളിവുണ്ടാക്കി കൊടുത്തു, അങ്ങനെ അടിക്കാനാണ് എന്ത് തെളിവ്? പക്ഷെ നിങ്ങൾക്കിത് പറയാൻ എന്താണ് അധികാരം? കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്ന് ബാധിച്ചു എന്ന ഉറപ്പ് കിട്ടണ്ടേ അയാൾ അടിക്കണമെങ്കിൽ? ആദ്യം നിങ്ങൾ അത് തീരുമാനാക്കി, എന്നിട്ടല്ലേ അടിക്കണോ അടിക്കണ്ടേ എന്നുള്ള കാര്യം തീരുമാനാക്കേണ്ടതുള്ളൂ. ഒരു മനുഷ്യന് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജിന്ന് ബാധിച്ചിട്ടുണ്ടോ അല്ലേ? അതിനെ വിക്കല്ലാതെ പറയാൻ പറ്റില്ല എന്നുള്ളതല്ലേ, ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നുള്ളതല്ല നിങ്ങളുടെ വാദം. മുജ്ജത്തുള്ള നബിക്ക് ജിന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ആദ്യം നിങ്ങൾ അത് തീരുമാനാക്കി. അതറിയാതെ പിന്നെ അടിക്കുന്ന വിഷയം ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? ജിന്നുണ്ടോ അല്ലേ എന്നുള്ളത് തീരുമാനിച്ചിട്ടല്ല അടിക്കുന്ന വിഷയം വരുന്നുള്ളൂ. ആദ്യം നിങ്ങൾ അത് തീരുമാനാക്കി. അതാണ് ഇതിൽ സാന്ദർഭികമായിട്ടെന്ന് പറയാനുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, ഇങ്ങനെ ജിന്ന് ബാധിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഖുർആനിലും ഹദീസിലും ഖുർആനിൽ വന്നിട്ടുള്ള ആയത്തുകൾ, ഹദീസുകൾ, അതിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ അത് അയാൾക്ക് ഓതിക്കേൾപ്പിക്കുക, അത് അയാൾക്ക് ചൊല്ലിക്കെടുക്കുക, അത് ഓതിക്കൊണ്ട് അയാളെ മന്ത്രിക്കുക. ഒരു ഭ്രാന്തനെ സഹാബത്ത് മന്ത്രിച്ചത് നമ്മൾ പറഞ്ഞു. ആ രൂപത്തിൽ മന്ത്രിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.
അതോടൊപ്പം തന്നെ അനുവദനീയമായിട്ടുള്ള ചികിത്സാ രീതികൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതോടൊപ്പം ഈ മന്ത്രങ്ങൾ നമുക്ക് നടത്താം. ഖുർആനിലും ഹദീസിലും വാരിദായി വന്നിട്ടുള്ള മന്ത്രങ്ങൾ നമുക്ക് ചെയ്യാം, അയാളെ മന്ത്രിച്ചു കൊടുക്കാം. ഇനി ഇതുകൊണ്ടൊന്നും ആ ജിന്ന് പോയിട്ടില്ലെങ്കിൽ, ആ ജിന്ന് അയാളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അയാളെ മർദ്ദിക്കുന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ അയാളുടെ ജീവൻ തന്നെ അപകടപ്പെടുത്തുന്ന രൂപത്തിൽ അയാൾ അടിക്കാൻ പാടുണ്ടോ? ഇല്ല. ആ കാര്യത്തിൽ നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസമല്ല. എന്നാൽ ആ രൂപത്തിലല്ലാതെ ഒരു ചികിത്സക്ക് വേണ്ടി അയാളെ, ആ രോഗിയെ ജിന്ന് ഇറക്കുന്നതിന് വേണ്ടി തീരെ അയാൾ അടിക്കാൻ തന്നെ പാടില്ല എന്ന് ലോകത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും? അയാൾ ആ രൂപത്തിൽ ഒന്നും അയാളുടെ ശരീരത്തിൽ ഇങ്ങനെ മന്ത്രിച്ചു കൊടുക്കല്ലാതെ വേറെ ഒന്നും ചെയ്യരുത് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സിറാജുദ്ദീൻ മുസ്ലിയാർ അടിനെ കുറിച്ചല്ല വരെ ചർച്ച. ആ അടി പാടില്ല. അതല്ലാതെ ഒരു രൂപത്തിലും, ഒരു ചെറിയ രൂപത്തിൽ പോലും അയാൾ അടിക്കാൻ പാടില്ല എന്നോ, അല്ലെങ്കിൽ ആ രൂപത്തിൽ അടി തീരെ, ഇതിന് ബാധിച്ച ഒരാളെ തീരെ അടിക്കാൻ പാടില്ല എന്നുള്ളതോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇനി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു തെളിവുണ്ടാകുക ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞതാണ്. ആ തെളിവിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞിട്ടുണ്ട് അടിക്കരുത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഷെയ്ഖ് അൽബാനി, ചില ആളുകൾ അതും എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുണ്ട് അടിക്കരുത്. യഥാർത്ഥത്തിൽ അൽബാനിയുടെ പേരിൽ വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. ഇനി ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞത് എന്താ, അത് നമ്മൾ വിശദീകരിച്ചു തരാം. അതിന്റെ മുമ്പ് ഈ രൂപത്തിൽ നമ്മൾ മന്ത്രിച്ചു കൊടുത്തു ജിന്ന് ബാധിച്ച ഒരാൾക്ക്. ആ ഒരു ചികിത്സയുടെ ഭാഗമായിക്കൊണ്ട് ആ ജിന്ന് അയാളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അയാളെ നമുക്ക് അടിക്കാൻ പാടുണ്ടോ? അല്ലേ? ഇതിൽ പ്രമാണങ്ങൾ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ഹദീസിനെ നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈത്താന് ബാധിച്ച, ശൈത്താൻ ഷർറുണ്ടാക്കിയ ഒരു സഹാബിക്ക് അടിച്ച് ചികിത്സിച്ചിട്ടുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ഹദീസ് സഹീഹാണ്. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ഇബ്നു മാജ കിതാബു തിബ്ബിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഹദീസിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ലേ? ബുഖാരി തന്നെ ഹദീസിനെ നിഷേധിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ഇത് അംഗീകരിച്ചോളന്നില്ല. പക്ഷെ സലഫികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസിലുള്ളത്, ഉസ്മാൻ ബിൻ അബിൽ ആസ് അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ത്വായിഫിലെ ഗവർണറായി നിശ്ചയിച്ചു. അങ്ങനെ എന്റെ നമസ്കാരത്തിൽ ചിലതൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. എനിക്ക് വസ്വാസ്, ഇൽത്തിബാസ് ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് കാര്യം പറഞ്ഞു. യാ റസൂലല്ലാഹ്, അറളലി ശൈഉൻ ഫീ സ്വലവാതി ഹത്താ മാ അദ്രി മാ ഉസല്ലി. അല്ലാഹുവിന്റെ റസൂലേ, ചിലതൊക്കെ എന്റെ നമസ്കാരത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്താണെന്ന് എനിക്ക്, എന്റെ നമസ്കാരം തന്നെ എന്തായി പോകുന്നു, എനിക്ക് ഒരു ധാരണയുമില്ലാത്ത കോലത്തിലായി പോകുന്നു. ഞാൻ എന്താണ് ചെല്ലുന്നത്, എന്താണ് പറയുന്നത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക ശൈത്വാൻ ഊദിനു, അത് ശൈത്വാനാണ്, അടുത്തിരിക്ക് എന്ന് പറഞ്ഞിട്ട് ഉസ്മാൻ ബിൻ അബ്ബാസിനെ അടുത്തേക്ക് ഇരുത്തി. അദ്ദേഹം പറയുന്നു, ഫദനൗതു മിൻഹു ഫജലസ്തു അലാ സുദൂരി ഖദമയ്യ, ഞാൻ എന്റെ രണ്ട് കാൽപാദങ്ങളോട് ഊന്നി ഇരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഞാൻ ഇരുന്നു. ഖാല, എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫളറബ സദരി ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് എന്റെ നെഞ്ചിൽ ലറബ, ഫളറബ സദരി ബിയദിഹി, അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് എന്റെ നെഞ്ചിൽ അടിച്ചു എന്നാണ്. വതഫല ഫീ ഫമി, എന്റെ വായിൽ അല്പം ഉമിനീര് തെറിപ്പിച്ചുകൊണ്ട് തുപ്പുകയും ചെയ്തു. വഖാല, എന്നിട്ട് പറഞ്ഞു, ഉഖ്റുജ് അദുവല്ലാഹ് ഫഅല ദാലിക സലാസ മറാത്തിൻ, 3 തവണ അത് ചെയ്തു. എന്നിട്ട് ഉഖ്റുജ് അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രു പുറത്തു പോ എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം അത് ചെയ്തു. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, ഇൽഹഖ് ബിഅമലിക, നീ നിന്റെ ജോലി പോയി ചെയ്തോ. അങ്ങനെ ഉസ്മാൻ ബിൻ അബിലാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നീട് ഒരിക്കലും ആ ഒരു ഷർറ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് ഇബ്നു മാജ കിതാബ് തിബ്ബില് 3548 ഹദീസായിട്ട് ഉദ്ധരിച്ചതാണ്.
ഈ ഹദീസിൽ എന്താ നമുക്കുള്ള തെളിവെന്താ? ഫളറബ സദരി ബിയദിഹി. 10 വയസ്സായിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾ അടിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഹദീസ് നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ഭാര്യമാരുടെ അടുത്തിരുന്ന് ആ രൂപത്തിലുള്ള തെറ്റുകൾ വന്നാൽ ഒരു ശിക്ഷാ നടപടിയായിട്ട് അവരെ അടിക്കാം, അതിൻ്റെതായ രൂപത്തിലും കോലത്തിലും സന്ദർഭത്തിലും സാഹചര്യത്തിലും എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണെങ്കിൽ, അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇത് ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയത്തിൽ പിശാചിന്റെ ശർറ് ഉണ്ടായ ഉസ്മാൻ ബിൻ അബിൽ ആസിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സിച്ച സന്ദർഭത്തിൽ ചെയ്തത് ഫളറബ സദരി. അദ്ദേഹം തന്നെ പറയുന്നു, ബിയദിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൈ കൊണ്ട് എന്റെ നെഞ്ചിലടിച്ചു, വായിൽ തുപ്പുകയും ചെയ്തു. ഈ ഹദീസ് സ്വഹീഹാണ്. ഈ ഹദീസാണ് അടിക്കാം എന്നുള്ളതിന്റെ തെളിവ്. ഇത് സിറാജുദ്ദീൻ മുസ്ലിയാരുടെ അടിയല്ല. ഇത് ഹനീഫ കായക്കൊടിയ മനസ്സ് മുസ്ലിയാരും മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇത് അന്ധവിശ്വാസമാണ്, ഇത് ഖുറാഫാത്താണ്, ഈ രൂപത്തിൽ അടിക്കാം എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവർ തെളിവുണ്ടാക്കി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കല്ലേ വേണ്ടത്. ഈ ഹദീസിലുള്ളത് എന്താ? കൈ കൊണ്ട് നെഞ്ചത്ത് അടിച്ചു. ഇതെന്താണ് ഒരു കൊല്ലാനുള്ള അടിയൊന്നല്ല. ഫളറബ സദരി ബിയദിഹി എന്നാണ് ഈ ഹദീസിലുള്ളത്. ഇതാണ് ഒരു ഹദീസ്, ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസ്. അപ്പൊ ഈ ഹദീസിൽ അടിച്ചു എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി അടിന്റെ കോലം എന്താന്നുള്ളത് ഞാൻ വിശദീകരിച്ചു തരാം. രണ്ടാമതൊരു ഹദീസ്, ഒരു സ്ത്രീ ഒരു കുട്ടിയെയും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന സംഭവം. ആ സംഭവം യഅ്ല ഇബ്നു അബീ മുറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന 2-3 റിവായത്തുകൾ ഉണ്ട്. ആ റിവായത്തുകളിലൊന്നും ഈ സംഭവം വന്നിട്ടില്ല. ഇത് വന്നിട്ടുള്ളത് വേറെ ഒരു ഹദീസിലാണ് ഈ സംഭവം വന്നിട്ടുള്ളത്. അതിലുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കുട്ടിയെയും കൊണ്ട് ഈ സ്ത്രീ വന്നു. വേറെ ചില റിവായത്തുകളില് ഖാലാണ്, എന്റെ അമ്മാവനാണെന്ന് വന്നിട്ടുണ്ട്. വേറെ ചില റിവായത്തുകളില് സഹോദരന്റെ പുത്രനാണെന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ പല റിവായത്തുകളിലും അതിൽ വന്നിട്ടുണ്ട്. ഉമ്മു അബാന ബിൻതു വാസിഅ് അവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന അൻ അബീഹ, അവർ അവരുടെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന അന്ന ജദ്ദഹ അസ്സാരിഅ്, അവരുടെ വല്ലിപ്പ സാരി പറയണം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി, എന്റെ കൂടെ ഫൻതലക മാഹു ബി ഇബ്നിൻ ലഹു മജ്നൂൻ, ഭ്രാന്ത് ബാധിച്ച ഒരു കുട്ടിയുണ്ട്. ഔ ഇബ്നി ഉഖ്തി ലഹു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകനാണ് എന്നുള്ളത് അങ്ങനെ പല റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഏതായാലും ആ ഹദീസിലുള്ളത് എന്താണ്? ആ കുട്ടിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വസ്ത്രം ചുരുട്ടി, ഫജഅല യൽരിബു ലഹ്റഹു, എന്നിട്ട് ആ കുട്ടിയുടെ മുതുകത്തടിച്ചു. ഹത്താ റഅയ്തു ബയാദ ഇബ്തൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 കൈകളുടെ ആ കഷത്തിന്റെ വെളുപ്പ് കാണുന്നത് അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉയർത്തി അടിച്ചു. ഫഖവഹു യഖൂലു, പ്രവാചകൻ പറയുന്നുണ്ടായിരുന്നു, ഉഖ്റുജ അദുവല്ലാഹ്, ഉഖ്റുജ അദുവല്ലാഹ്, അള്ളാഹുവിന്റെ ശത്രു ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചത്. ഇത് തൊബറാനി മുജമ്മിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇതാണ് വേറെ ഹദീസ്. ഈ ഹദീസ് ചില മുസ്ലിയാക്കന്മാര് തെളിവുദ്ധരിക്കലുണ്ട്. പക്ഷെ ഈ ഹദീസ് യഥാർത്ഥത്തിൽ ലഈഫാണ്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് ഖിസ്സത്തുൻ വാഹിയ, അത് തെളിവിന് കൊള്ളാത്ത ഒരു കഥയാണ് എന്നുള്ളതാണ് ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുള്ളത്. കൈ ഉയർത്തി അടിച്ചു എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഹദീസ് ലൈഫാണെന്നുള്ളത് ഷെയ്ഖ് അൽബാനി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ പറഞ്ഞ ഇബ്നു മാജന്റെ ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു എന്ന് പറയുന്നത്. ഞാനിത് പറയുന്നത് എന്താ വെച്ചാല്, ഈ ചികിത്സയുടെ ഭാഗമായിക്കൊണ്ട് തീരെ അടി തന്നെ പാടില്ല. നിസ്കരിക്കാത്ത കുട്ടി അടിക്കുക, ഭാര്യ എന്തെങ്കിലും ചെയ്താൽ അടിക്കുക, പക്ഷെ ചികിത്സയുടെ ഭാഗമായിട്ട് അടിക്കാൻ പാടില്ല. ഇതൊക്കെ എവിടുത്തെ നിയമം? അതൊന്നും മനസ്സിലാകുന്നില്ല. ഇതൊക്കെ ആര് പറഞ്ഞിട്ടുള്ള നിയമം? അതൊക്കെ ചികിത്സന്റെ ഭാഗമായിട്ട് മാത്രം അടിക്കാൻ പാടില്ല. സിറാജുദ്ദീൻ മുസ്ലിയാർ അടിനെ കുറിച്ചല്ല അവിടെ ചർച്ച, അത് തെറ്റാണെന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് നമ്മൾ പറഞ്ഞു. ആ അടിനെ കുറിച്ചല്ല. അത് 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തൊരു കുട്ടീനെ അടിക്കുക, ആ രൂപത്തിൽ ഭാര്യനെ ആ രൂപത്തിൽ പറഞ്ഞ നിബന്ധനകളോട് അടിക്കുക. പക്ഷെ ചികിത്സന്റെ ഭാഗമായിട്ട് അടിക്കാൻ പറ്റില്ല. അത് ഹറാം, അത് അന്ധവിശ്വാസം, അത് ഖുറാഫാത്ത്. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യാം അല്ലെ, നമ്മുടെ ശരീരം കീറി മുറിക്കാം, അതിനൊന്നും വിരോധമല്ലല്ലോ. അനസ് മുസ്ലിയാർക്ക് അതിന് വിരോധം ഉണ്ടാവും തോന്നണില്ല. ഡോക്ടർ പറഞ്ഞു
എന്നുള്ള അസുഖം വരുന്നോണ്ട് സുഖാവില്ല, തെറാപ്പി കൊണ്ടും സുഖാവില്ല, ഒരു മേജർ ഓപ്പറേഷൻ അത് പിന്നെ നിർബന്ധമാണെന്ന് പറഞ്ഞു. വല്ല വിരോധം ഉണ്ടോ? ഹറാമാണെന്ന് നിങ്ങൾ പറയോ? അത് പ്രസംഗിക്കാൻ നിങ്ങൾ പറയോ? ഭ്രാന്ത് ബാധിച്ച ഒരാളെ ഷോക്ക് അടിപ്പിക്കലുണ്ട്, നിങ്ങൾ പ്രസംഗിക്കോ? നാളെ ഓപ്പറേഷൻ ചെയ്യാൻ പാടില്ല, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ദ്രോഹിക്കാൻ പാടില്ല, അതൊക്കെയല്ലേ അൻസ് മുസ്ലിം പ്രസംഗിക്കണേ? അടി പാടില്ല എന്നുള്ളതിന് തെളിവെന്താണ്? അൽ മുസ്ലിം മനസ്ലിം അൽ മുസ്ലിമൂന മിലിസാനിഹി വഹദിഹി, ഉപദ്രവിക്കാൻ പാടില്ല. അപ്പൊ നാളെ മുതൽ നിങ്ങൾ ഓപ്പറേഷൻ എതിരെ പ്രസംഗിക്കും. കാരണം ഒരാളുടെ ശരീരം കീറി മുറിക്കാണല്ലോ, ഒരാളെ വേദനിപ്പിക്കുകയാണല്ലോ, അല്ലെ? ചില ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും, സൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും, എങ്കിലേ അവർ ഓപ്പറേഷൻ ചെയ്യുള്ളൂ. കാരണം എന്താ? 50-50 ചാൻസ് ഉണ്ടാവുള്ളൂ. ഹറാമാണോ? നിങ്ങളതൊന്ന് പറയും. അതൊക്കെ ചെയ്യാം, അതെല്ലാം ചെയ്യാം, നമുക്ക് ഒപ്പിട്ട് കൊടുക്കാം, ഓപ്പറേഷൻ ചെയ്യാം, ജീവൻ തിരിച്ചിട്ടെന്നുള്ളത് ഒരു ഗ്യാരണ്ടി ഇല്ല, എന്നാലും ഓപ്പറേഷൻ ചെയ്തോളിന്ന് പറയാം, ഷോക്ക് അടുപ്പിക്കുക. റുഖിയന്റെ ഭാഗമായിട്ടുള്ള അടി മാത്രം പാടില്ല. ഇത് നിങ്ങൾ പറയുന്നതൊന്നും യഥാർത്ഥത്തിൽ എന്തല്ല, ഇത് ഇസ്ലാമല്ല. യഥാർത്ഥത്തിൽ പ്രമാണങ്ങളെ മൂടി വെക്കാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചില വ്യക്തിപരമായ, ചില സംഘടനാപരമായ ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പലതും തുറന്നു പറയണമെന്നുണ്ട്. പക്ഷെ തുറന്നു പറയാൻ സാധിക്കുന്ന ചില ആളുകൾ മൂക്ക് കയറിട്ട് പിടിച്ചിരിക്കുക നിങ്ങളെ. ഇതൊക്കെ ആദ്യം നിങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു പലതും, അപ്പൊ തുറന്നു പറയാൻ ഭയമാണ് പല ആളുകൾക്കും. അപ്പൊ ഇതാണ് ഈ ഹദീസിലുള്ളത്. ഇനി ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞ എന്താ? ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ഒരു വാചകം എടുത്തിട്ട് ഇവർ തെറ്റിദ്ധരിപ്പിക്കാണ്. ഷെയ്ഖ് അൽബാനി അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന്. ഷെയ്ഖ് അൽബാനി ഇത് പറഞ്ഞിട്ടില്ല. ഷെയ്ഖ് അൽബാനി പറഞ്ഞത് സിറാജുദ്ദീൻ മുസ്ലിയാരുടെ അടി പാടില്ല എന്നാണ്. ആ മന്ത്രവാദികളുടെ അടി പാടില്ല എന്നേ ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുള്ളൂ. തീരെ റഖിയ ചെയ്യുന്ന സന്ദർഭത്തിൽ ജിന്നൊരാളുടെ ശരീരത്തിൽ നിറക്കാൻ തീരെ അടിക്കാൻ തന്നെ പാടില്ല എന്നുള്ളത് ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടില്ല. എന്നാ പാടുണ്ടെന്ന് ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുണ്ടോ? അടി ജായിസാണ് എന്ന് ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുണ്ടോ? ജായിസാണ്, വേണമെങ്കിൽ വേണ്ട രൂപത്തിൽ അതിൻ്റെതായ ആളുകൾക്ക് അടിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമുക്കൊക്കെ ഓരോ വടി എടുത്തിട്ട് ഇങ്ങനെ ജിന്നുവാദം ഉണ്ടെന്ന് തോന്നുന്ന ആൾക്കാരൊക്കെ പോയിട്ട് നമുക്ക് അടിക്കാന്നാ? എന്താണ് അതിന്റെ അർത്ഥം? അതൊക്കെ അതിൻ്റെതായ ആളുകള്, ആ വിഷയം പഠിച്ച ആളുകള്, റുഖ്യനെ സംബന്ധിച്ച് അറിയുന്ന ആളുകള്, അവര് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാനത് പറയുന്നുണ്ട്, അത് ആരാ പറഞ്ഞെന്നുള്ളത്. ഈ രൂപത്തിൽ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ എല്ലാവരെയും നിങ്ങൾ നിഷേധിക്കേണ്ടി വരും. ഓരോറ്റ സലഫി പണ്ഡിതന്മാരുടെ രേഖകളോ തെളിവുകളോ പിന്തുണയോ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ കിട്ടൂല. ഷെയ്ഖ് അൽബാനി പറഞ്ഞ എന്താ അറിയോ? ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലത്തു സ്വഹീഹ റക്കം 2918 അതില് ഈ ഉസ്മാൻ ബിൻ അബ്ദുല്ലാസിന്റെ ഈ പറഞ്ഞ ഹദീസ്, അതിന്റെ സനദുകൾ, കാര്യങ്ങൾ, ചർച്ചകളൊക്കെ വരുന്നിടത്ത് അതിന്റെ ആ ചർച്ചന്റെ അവസാന ഭാഗത്ത് കാണാം അദ്ദേഹം പറയുന്നത്, ഷെയ്ഖ് അൽബാനി പറയാണ്, വലാകിന്നനി മിൻ ജാനിബിൻ ആഖർ, ഇതിന്റെ മറ്റൊരു വശം, ഉൻകിറു, ഞാൻ നിഷേധിക്കുന്നു, അഷദ്ദൽ ഇൻകാരി, അതികഠിനമായി ഞാൻ നിഷേധിക്കുന്നു, അലല്ലദീന യസ്തഗില്ലൂന ഹാദിഹിൽ അഖീദ, ഈ വിശ്വാസത്തിൽ അതിര് കവിഞ്ഞു പോയിട്ടുണ്ട് ചില ആളുകൾ, അതിൽ ഞാൻ അതികഠിനമായിട്ട് ഞാൻ അതിനെ എതിർക്കുന്നു, ഞാൻ അതിനെ നിഷേധിക്കുന്നു. വയത്തഖിദൂന, അവർ സ്വീകരിച്ചിരിക്കുന്നു, ഇസ്തിഹ്ലാറൽ ജിന്നി, ജിന്നിനെ അവർ ഹാജരാക്കുകയാണ് ചെയ്യുന്നത്. വമുഖാതബതിഹിം, അതേപോലെ തന്നെ ജിന്നിനെ അവർ സംഭാഷണം നടത്തുന്നു, സംസാരിക്കുന്നു. മിഹിനത്തൻ, ഇത് അവരൊരു മിഹിനത്ത്, അവരുടെ ഏർപ്പാട് തന്നെ അതാണ്, ജിന്നിനെ ഹാജരാക്കുക, അവരോട് സംസാരിക്കുക. എന്തിന്? ലിമുആലജത്തിൽ മജ്ജാനീന വൽ മുസാബീന ബിസ്സറൈ, ഈ ജിന്ന് ബാധിച്ച ആളുകളെ ചികിത്സിക്കാൻ, ഈ ഭ്രാന്ത് ബാധിച്ച ജിന്നുബാധയുള്ള അവസ്മാരുള്ള ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ചികിത്സിക്കുന്നതിന് വേണ്ടി ഇതൊരു മിഹിനത്തായിട്ടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അവരിതില് അതിര് കവിഞ്ഞിരിക്കുന്നു, ഇതിനെ ഞാൻ ശക്തിയായിട്ട് എതിർക്കുന്നു. വയത്തഖിദൂന ഫീ ദാലിക, ആ വിഷയത്തിൽ അവർ സ്വീകരിച്ചിരിക്കുന്നു മിനൽ വസായിലി, ചില മാർഗങ്ങൾ, അല്ലത്തി തസീദു അലാ മുജറദി തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കുക എന്നതിന് പുറമെ, മിമ്മാല മിനസ്സിലില്ലാഹു ബിഹി സുൽത്താന, അള്ളാഹു തെളിവ് ഇറക്കിയിട്ടില്ലാത്ത പലതും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഖുർആൻ ഓതിക്കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പിന്നെ അള്ളാഹു തെളിവാക്കി ഇറക്കിയിട്ടില്ലാത്ത പലതും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതുപോലെ? കല്ലർബി ശദീദ്,
കഠിനമായി അടിക്കുന്നത് പോലെ കഠിനമായി അടിക്കുക. ഇവിടെ അടിക്കരുത് എന്നല്ല, കല്ലർബി ശദീദ്, കഠിനമായി രോഗിയെ അടിക്കുക. അല്ലതി, എങ്ങനെയുള്ള അടിയാണ്? അല്ലതി ഖദിയ തറത്തബു അലൈഹി അഹ്യാനൻ ഖത്ലൽ മുസാബി, ആ രോഗം ബാധിച്ച ആൾ ഒരു പക്ഷെ ആ അടി മുഖേന കൊല്ലപ്പെട്ടേക്കാം. അങ്ങനെ ആ രോഗിയെ കൊല്ലുന്ന രൂപത്തിലുള്ള അടി, അതാണ് സിറാജുദ്ദീൻ മുസ്ലിയാർ അടി. അതാണ് അനസ് മുസ്ലിയാർ ദുർവ്യാഖ്യാനിക്കുന്നത്. ആ അടി പാടില്ല എന്ന്. കമാ വക്കാ ഹുനാഫി അമ്മാൻ, അമ്മാനിൽ സംഭവിച്ചതുപോലെ, ഫി മിസ്റിൽ സംഭവിച്ചതുപോലെ, മിമ്മാ സോറ ഹദീസൽ ജറാഇദി വൽ മജാലിസി, പത്രങ്ങൾക്കും അതേപോലെ തന്നെ മറ്റുള്ള സദസ്സുകളിലുമൊക്കെ അതെന്തായി തീർന്നിട്ടുണ്ട്? അതൊരു വാർത്തയായി തീർന്നിട്ടുണ്ട്. എന്ത്? അങ്ങനെ അടിച്ചിട്ട് മരിച്ച സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുള്ളത് പോലെ ഇങ്ങനെ ജിന്ന് ബാധിച്ച ആളുകളെ അടിച്ച് ആ രൂപത്തിൽ അവരെ ജീവൻ തന്നെ അപകടപ്പെടുത്തി കളയുന്ന ആ രൂപത്തിലുള്ള അടിയടിച്ച് പലരും കൊല്ലപ്പെട്ട സംഭവങ്ങൾ എന്നതൊരു വാർത്തയാണ്. അത് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയണം. എന്നിട്ട് ലഖദ് കാനല്ലദീന തവല്ലൗനൽ ഖിറാഅത അലൽ മസ്റൂഈന, ഇങ്ങനെ ഈ ജിന്ന് ബാധിച്ച ആളുകൾക്ക് ഓതിക്കൊടുക്കുന്നത് ആദ്യകാലങ്ങൾ അഫ്രാദുൻ ഖലീലീന സ്വാലിഹീന ഫീമല, പണ്ട് മുമ്പുള്ള കാലത്തൊക്കെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇത് നടത്തിയിരുന്നത്. ഇങ്ങനെ ഭ്രാന്ത് ബാധിച്ച ജിന്ന് ബാധിച്ച ആളുകൾക്ക് ഇങ്ങനെ മന്ത്രിച്ചു കൊടുത്തിരുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമായിരുന്നു. ഫസാർ വല്യവും ബിൽ മിആത്ത്, എന്നാൽ ഇന്ന് 100 കണക്കിന് ആളുകളാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഈ രൂപത്തിൽ ഇങ്ങനെ ശരിയല്ല എന്നുള്ളതാണ് ഷെയ്ഖ് അൽബാനി പറയുന്നത്. വഫീഹിം ബഅദു നിസ്വത്തിൽ മുത്തബരിജാത്ത്, ശരിക്ക് നാണം മറക്കാത്ത, വസ്ത്രം ധരിക്കാത്ത നഗ്നകളായ സ്ത്രീകൾ പോലും ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ ഇതങ്ങനെ ഷെയ്ഖ് അൽബാനി അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങനെ വിശദീകരിച്ചിട്ട് പോവാണ്. അപ്പൊ ഷെയ്ഖ് അൽബാനി ഇതിൽ പറഞ്ഞ എന്താ? ഒരു മനുഷ്യനെ കൊല്ലുന്ന രൂപത്തിലുള്ള അടി, കല്ലർബി ശദീദി, അതികഠിനമായിട്ടുള്ള അടി, അത് അയാളെന്താവും? അയാളെ ചിലപ്പോ കൊല്ലും. ആ രൂപത്തിലുള്ള അടി അടിക്കുന്നതിന് ഞാൻ എതിർക്കുന്നു എന്നാണ് ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുള്ളത്. ഇനി ഷെയ്ഖ് അൽബാനിന്റെ ശരീഅത്ത് അതിൽ 121-ാമത്തെ കാസറ്റിൽ ഈ ഒരു ചോദ്യം ഷെയ്ഖ് അൽബാനിയോട് ചോദിക്കാണ്. എന്ത്? ബിനിസ്ബത്തിൽ ഇസ്തിമാലി കഹ്റുബായി, കഹ്റുബ ഉപയോഗിക്കുക, അതേപോലെ വല്ലർവി ബിൽ അസ, വടി കൊണ്ട് അടിക്കുക. ഫാൽഫി ദലീലിൻ ശറഈൻ യുജീസു തഹ്രീജിൽ ജിന്നി ബിഹാദൽ ഉസ്ലൂബി, ജിന്നിനെ പുറത്താക്കാൻ ഈ രൂപത്തിലുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് അനുവദനീയമാണോ? ഷെയ്ഖ് അൽബാനിയോട് ചോദിക്കണം. അടിക്കുക, ഇതേപോലെ തന്നെ കഹ്റുബ ഉപയോഗിക്കുക, അത് അനുവദനീയമാണോ? ഷെയ്ഖ് അൽബാനി പറയണേ, ഹാദിഹി ഫിൽ ഹഖീഖത്തി ഫി റഅയി മാ ലഹു അലാഖത്തുൻ ബിൽ വസായിൽ അല്ലത്തി ലൈസ ഫിഹാ നഹിയുൽ മുബാശർ വ അദൽ മുബാശർ. അദ്ദേഹം പറയുന്നത് ഈ മാർഗങ്ങളിൽ, ഈ വിഷയത്തിൽ, ഈ മാർഗങ്ങൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ നേർക്ക് നേരെ ഹറാമാണ് എന്ന വിധി വന്നിട്ടില്ല. അതേപോലെ തന്നെ അത് നേർക്ക് നേരെ അവന് ഉപദ്രവമാണ് എന്ന് പറയാനും നമുക്ക് പറ്റൂല. ഹാദിഹി മാ തഹ്താജു ഇലാ ദലീലിൻ ശറഈൻ ലിതജ്വീസിഹാ ഇദാ കാന ലാ യഹ്സുലു മിൻഹാ ഇല്ലൽ ഫായിദ. എന്നിട്ട് ഷെയ്ഖ് അൽബാനി പറയുന്നത് ഇതുകൊണ്ടൊരു ഉപകാരം, അപ്പോ ജിന്ന് ബാധിച്ച ആൾക്കാരൊക്കെ അടിച്ചിട്ട് ചികിത്സിക്കണം എന്നല്ല ഈ പറയുന്നത്. ആവശ്യമാണെങ്കിൽ, ഇതുകൊണ്ടൊരു ഫായിദ ഉണ്ടെങ്കിൽ അത് അനുവദനീയമാണ്, അതിന് പ്രത്യേകം തെളിവുകൾ വേണ്ടതില്ല. ഷെയ്ഖ് അൽബാനി പറയുന്നു, ഫനഹ്നു ലിമാ നഖൂലു ഇന്ന സയ്യിദൻ ലറബ അംറൻ. നമ്മൾ സാധാരണ പറയുന്ന ഒരു ഉദാഹരണം അൽബാനി കൊണ്ടുവരാണെന്ത്? സയ്യിദ് അംബറിനെ അടിച്ചു പറഞ്ഞ അത് അങ്ങനത്തെ ഒരു അടിയാണ് നടത്തം. ആ അടിയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുസ്ലിയാക്കന്മാരുടെയും ഈ മന്ത്രവാദികളുടെയും അടിയല്ല. അവിടെ അടിച്ചോ, ഇവിടെ അടിച്ചോ, അവിടെ നട്ടല് തകർത്തോ, ആ അടിയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അത് പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട. ഷെയ്ഖ് അൽബാനി പറയാണ്, സയ്യിദ് അംബറിനെ അടിച്ച കഥയല്ല, ആ കഥ ഉണ്ടാക്കിയിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട. പിന്നെന്താ? ഹാദൽ ലർബ് മുഅദ്ദിൻ, അടിക്കുക എന്നുള്ളത് ചിലപ്പോ എന്താണ്? അവന് ഉപദ്രവം ഉണ്ടാക്കും. ലാക്കിൻ ഫി ഹാദിഹിൽ ഹാല, പക്ഷെ ഈ ഒരു അവസ്ഥയിൽ അയാളെ കൊടുക്കുന്ന അടി അല്ലാഹിറു അന്നഹു ഗൈരി മുഅദ്ദിൻ, അതെന്താണ്? അയാൾക്ക് ഉപദ്രവം ഉണ്ടാക്കൂല. അപ്പൊ അയാൾക്ക് ഉപദ്രവം ഇല്ലെങ്കിൽ എന്താണ്? അത് ജായിസാണ്. അതിന് പ്രത്യേകിച്ച് തെളിവ് നമുക്ക് വേണ്ട. അപ്പൊ ചോദ്യകർത്താവ് ചോദിക്കാണ്, ലാ യഷ്ഉറുൽ മരീൽ, അങ്ങനെ അടിക്കുന്ന സന്ദർഭത്തിൽ രോഗി അത് അറിയില്ലല്ലോ. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇത്, അടിക്കുക എന്നുള്ളത്. അത് അതിൻ്റെതായ ആളുകൾ ചെയ്യണം. മന്ത്രിച്ചു കൊടുക്കുന്നത് പോലെയല്ല.
അത് ഷെയ്ഖ് ഫൗസാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അതാരാ പറഞ്ഞത് ചോദിക്കണ്ട. ഷെയ്ഖ് ഫൗസാൻ അത് വ്യക്താക്കിയിട്ടുണ്ട്, പണ്ഡിതന്മാരത് വ്യക്താക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് റുഖിയ ചെയ്തു കൊടുക്കാം, മന്ത്രിച്ചു കൊടുക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ അടി എന്നുള്ളത് അതിന്റേതായ സന്ദർഭത്തിലും സാഹചര്യത്തിലും അതിന്റേതായ അളവിൽ ഷെയ്ഖ് അൽബാനി പറഞ്ഞതുപോലെ ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള അടിയല്ല. അതാണ് ഷെയ്ഖ് അൽബാനി ഇവിടെ ഒന്നുകൂടി അദ്ദേഹത്തിന്റെ 171-ാമത്തെ കാസറ്റിൽ ഒന്നുകൂടി വിശദീകരിക്കുന്നത്. പിന്നെ സെയ്ദ് അംബറിനെ അടിച്ച അടിയല്ല. പിന്നെന്താണ് ഈ അവസ്ഥയിൽ അയാളെ ആവശ്യമായ ഒരടി. അപ്പൊ ചോദ്യകർത്താവ് ചോദിക്കണത് രോഗി അറിയില്ലല്ലോ. അത് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൊക്കെ ജിന്ന് ബാധിച്ച ഒരാൾ അടിക്കുമ്പോ ആ അടി ജിന്നിലാണ് പതിക്കുന്നത്, ആ മനുഷ്യന്റെ ശരീരത്തിലല്ല. അത് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അത് എടുത്ത് ഉദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾ സമയം ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കും. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഷെയ്ഖ് ഇങ്ങനെ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ അടിയടിക്കും. അങ്ങനെ അയാളുടെ ശരീരത്തിൽ നിന്ന് ജിന്നിറങ്ങുന്ന സന്ദർഭത്തിൽ അയാളോട് ചോദിക്കും. അപ്പൊ അയാൾ പറയും, എന്നെന്തിനാ ഷെയ്ഖ് അടിച്ചത് എന്ന് അയാൾ ചോദിക്കുന്ന. ഇത് പബ്ലിക്കായിട്ട് ഞങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടെന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിമിനെ നിങ്ങൾ എന്താ പറയാ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ നിങ്ങൾ എന്താ പറയാ? അയാൾ പറയുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ അടിച്ച മനുഷ്യനോട് ചോദിക്കും, എന്തിനാ ഷെയ്ഖ് നിന്നെ അടിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോ ആ അടി കിട്ടിയ ആള് പറയുന്ന ജിന്ന അയാളിൽ നിന്ന് വിട്ടുപോയിട്ട് അയാളോട് ചോദിക്കുമ്പോ അയാൾ പറയും, എന്നെ ഷെയ്ഖ് അടിച്ചോ? ഞാൻ അതിന് ഷെയ്ഖിനോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ അയാൾ ചോദിക്കുന്നതൊക്കെ ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ സാദുൽ മഅദിലൊക്കെ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഷെയ്ഖ് അൽബാനിയോട് ഇതാണ് ചോദിക്കുന്നത്, അത് രോഗി അറിയില്ലല്ലോ ആ ഷെയ്ഖ്. അപ്പൊ അദ്ദേഹം ഷെയ്ഖ് അൽബാനി പറയാണ് അല്ലാഹിറു. അപ്പൊ നമുക്ക് വ്യക്തമാണ് അന്നഹു ഗൈരി മുഅ്ദിൻ വഹീനദാക്ക, ആ സന്ദർഭത്തിൽ എന്തല്ല അടിക്കുക എന്നുള്ളത്, അപ്പൊ ഒരു ഉപദ്രവം അതുകൊണ്ടുണ്ടാവില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി. മാദാമ അന്ന ഹാദൽ ദർബ ലാ യുഅദി ബൽ യുഫീദു, ഇതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ബൽ യുഫീദു, ഇതുകൊണ്ട് അയാൾക്ക് ഫായിദ ഉണ്ടാകും ആ രൂപത്തിൽ അടിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ഫനഹ്നു നഖൂലു ബിൽ ജവാസി, അത് ജായിസ് ആണ് എന്നുള്ളത് നമ്മൾ പറയുന്നു. അപ്പൊ ഷെയ്ഖ് അൽബാനി പറഞ്ഞ എന്താ, അപ്പോ ഇത് നിങ്ങളൊരു ഇഷ്യൂ ആക്കിയിട്ട് കാര്യമൊന്നുമില്ല. മന്ത്രവാദികൾ അടിക്കുന്നത് പോലെ അടിക്കണം എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രമാണങ്ങളിലുള്ളത് നമ്മൾ ഉള്ളതുപോലെ നമ്മളത് പറയും. അതിന് നമുക്ക് ആരും ഒരാളെ ഒരു പേടിയില്ല. നിങ്ങൾ അതിന് എത്ര സ്റ്റേജുകൾ കെട്ടിയാലും ശരി. ഇനി ഷെയ്ഖ് അൽബാനിനെ കുറിച്ച് നിങ്ങൾ എന്താ പറയാ, ഫനഹ്നു നഖൂലു, അതുകൊണ്ട് ആ സന്ദർഭത്തിൽ നമ്മൾ പറയുന്നുണ്ട് ബിൽ ജവാസി, അത് ജായിസാണ് എന്നുള്ളത് നമ്മൾ പറയുന്നു. എന്നിട്ട് ഷെയ്ഖ് അൽബാനി വലസ്ന ബിഹാജത്തിന നകൂന ഇന്ധന ദലീലിൻ ശർഈൻ ഖാസ്, ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു തെളിവ് തന്നെ നമുക്ക് വേണമെന്നില്ല. യദുല്ലു അല ഇബാഹത്തി ഇസ്തിമാലി ഹാദൽ അംർ, ഈ കാര്യം ചെയ്യുന്നതിനെ അനുവദനീയമാക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു തെളിവ് തന്നെ നമുക്ക് വേണമെന്നില്ല. നഹ്നു നുഖദ്ദിമു ദാലിക ബി മിസാലിൻ വാരിദിൻ ഫി ശർഈ, ശർഈൽ തന്നെ വന്നിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് അദ്ദേഹം ഷെയ്ഖ് അൽബാനി 2 ഉദാഹരണങ്ങൾ കൊണ്ടുവരികയാണ്. ഒന്ന് ഹിജാമ, മറ്റൊന്ന് ഫസ്ദ്. ഹിജാമ പറഞ്ഞാല് കൊമ്പ് വെക്കുക, മറ്റൊന്ന് ഫസ്ദ്. ഇതേപോലെ തന്നെ ശരീരത്തിൽ നിന്ന് നരമ്പ് ഒക്കെ ശരീരത്തിൽ വൃത്തിയായിട്ട് രക്തം എടുക്കുന്ന ഇത്. ഷെയ്ഖ് അൽബാനി 2 ഉദാഹരണങ്ങൾ കൊണ്ടുവരണം. എന്നിട്ട് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി പറയുന്നത് വെച്ചാല്, ഹിജാമ എന്താണ് ഹിജാമ? അത് ഇസ്ലാം കൽപ്പിച്ചു. ഹിജാമ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നാൽ ഹിജാമയിൽ ഉള്ളത് എന്താ? അത് ശരീരത്തിൽ ജർഹ് ഉണ്ടാക്കല, ശരീരത്തില് മുറിവുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് അന്ന ഹാദൽ ജർഹ ഹുവ ആദത്തൻ മുഅ്ദിൻ, സ്വാഭാവികമായ രീതിയിൽ ശരിക്ക് ഹിജാമത്ത് എന്താ, കൊമ്പ് വെക്കൽ ശരിക്ക് ശരീരത്തില് മുറിവുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഫല യജൂസു ലി മുസ്ലിമിൻ അൻ യജ്രിഹ അഖാഹു, സ്വന്തം സഹോദരനെ മുറിപ്പെടുത്താൻ മുറിവുണ്ടാക്കാനും മറ്റൊരു മുസ്ലിമിന് അനുവദനീയല്ല. വലോ ഖത്ത്, ചെറിയ രൂപത്തിൽ പോലും ഒരു മുസ്ലിം എന്ത് ചെയ്യരുത്, മറ്റൊരു മുസ്ലിമിനെ മുറിവുണ്ടാക്കരുത്. പക്ഷെ ഹിജാമയിൽ സംഭവിക്കുന്നത് എന്താണ്? ശരീരത്തിലൂടെ മുറിവുണ്ടാക്കുകയാണ്, പ്രത്യേകമായ സ്ഥാനങ്ങളിൽ പ്രത്യേകമായ സ്ഥലങ്ങളിൽ മുറിവുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഷെയ്ഖ് അൽബാനി പറയുന്നു, ലാക്കിൻ ഹാദിഹിൽ ഹിജാമ അല്ലത്തി സബത ജവാസുഹ ശറഅൻ, പക്ഷെ ഈ ഹിജാമത്ത് അള്ളാഹ് എന്ത് ചെയ്തു, ശറഇൽ അത് ജായിസാക്കി. അതും ശരീരത്തിൽ മുറിവുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ ഹിജാമ് ശറഇല് ജായിസാക്കി എന്ന് മാത്രമല്ല, ഹിജാമ ചെയ്യാൻ കൽപ്പിച്ചു. ഫനഹ്നു നറ, നമുക്കറിയാം, അന്ന ഹാദിഹിൽ ഹിജാമ വസീലത്തുൻ തജ്രീഹ്,
ഈ ഹിജാമത്ത് എന്നുള്ളത് മുറിവ് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. സാധാരണ രീതിയിൽ അതുകൊണ്ട് മുറിവാണ് ഉണ്ടാകുക. ലാക്കിൻ പക്ഷേ ലമ്മാക്കാന ഹാദൽ മുഅദി ആദത്തൻ ഖറജ അൻ ഈദാഇഹി ഇലൽ ഫായിദ. പക്ഷെ എന്താണ്, ശർഅ അനുവദിച്ചു. അത് ഈദാ ഉണ്ടാക്കലാണെങ്കിലും വേദന മുറിവുണ്ടാക്കലാണെങ്കിലും അതുകൊണ്ട് എന്താണ് ഒരു ഫായിദ അതിൽ ഇസ്ലാം പഠിപ്പിച്ചു. അതിൽ ഫായിദ ഉണ്ട്, അതുകൊണ്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞു. ഷെയ്ഖ് അൽബാനി ഉദാഹരണങ്ങൾ ഇങ്ങനെ പറഞ്ഞ് വളരെയധികം ഇത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഹിജാമത്തിൽ ശരിക്കും എന്താ ചെയ്യുന്നത്? ശരീരത്തിൽ മുറിവുണ്ടാക്കുകയാണ്. അപ്പൊ ഇനി ഹദീസ് ഓതിയിട്ട് ഒരാൾക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? പിന്നെ മുസ്ലിം അൽ മുസ്ലിമൂന അതുകൊണ്ട് അടിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊക്കെ തീർത്തും തെറ്റാ. ഷെയ്ഖ് അൽബാനി പറയുന്നത് അത് ഷറ അനുവദിച്ചു. കാരണം എന്താ, അതിലൊരു ഫായിദ ഉണ്ട്, ഹിജാമത്തില് അതില് ഉപകാരമുണ്ട്. ആ രൂപത്തില് ഈ ജിന്ന് ബാധിച്ച ഒരാൾക്ക് ഉപകാരം ഉണ്ടെങ്കിൽ ആ രൂപത്തിൽ അയാൾ അടിക്കുന്നത് ജായിസാണ് എന്നാണ് ഷെയ്ഖ് അൽബാനി പറയുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു കാസറ്റിൽ ഷെയ്ഖ് അൽബാനിയോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു, അടിയെ സംബന്ധിച്ച് ചോദിച്ചു. അപ്പൊ ഷെയ്ഖ് അൽബാനി പറഞ്ഞു, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളും അതൊന്നും ഞാൻ ഓർക്കുന്നില്ല, നിങ്ങൾ അത് ഓർക്കുന്നുണ്ടോ? ഷെയ്ഖ് അൽബാനി ചോദ്യകർത്താവിനോട് ചോദിച്ചു. അപ്പൊ ചോദ്യകർത്താവ് പറഞ്ഞു, ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസിൽ അത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉദ്ധരിച്ച ഹദീസ്, ആ ഹദീസിൽ അത് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബിൻ അബിലാസിനെ അടിച്ചിട്ടുണ്ട്, ഉഖ്റജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് ചോദ്യകർത്താവ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ആ സന്ദർഭത്തിൽ സദസ്സിലുണ്ടായിരുന്ന മറ്റൊരു ചോദ്യകർത്താവ് ചോദിച്ചു, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ചെരുപ്പ് കൊണ്ട് ഇങ്ങനെ ജിന്ന് ബാധിച്ച ആൾ അടിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ. അപ്പൊ ഷെയ്ഖ് അൽബാനി പറഞ്ഞു, എന്താ ഷെയ്ഖ് അൽബാനി പറഞ്ഞത്? വേറെ ചോദ്യകർത്താവ് ചോദിക്കുകയാണ്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ചെരുപ്പ് കൊണ്ട് ഈ ജിന്ന് ബാധിച്ച ഒരാളെ അടിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് ഉണ്ടല്ലോ. അപ്പൊ ഷെയ്ഖ് അൽബാനി ചോദിച്ചു, ഹൽ ഖറഅത ദാലിക, അത് നീ വായിച്ചിട്ടുണ്ടോ? ഷെയ്ഖ് അൽബാനി അത് വായിച്ചിട്ടില്ല, നീ വായിച്ചിട്ടുണ്ടോ? ചോദ്യകർത്താവ് പറഞ്ഞു, ഞാൻ ഖറഅതു, ഞാനത് വായിച്ചിട്ടുണ്ട്. അപ്പൊ ഷെയ്ഖ് ചോദിച്ചു, ഏത് ഗ്രന്ഥത്തിലാണുള്ളത്? അപ്പൊ ഫത്താവയിലാണെന്ന് പറഞ്ഞു. അപ്പോ വേറൊരാള് ചോദിച്ചു, എത്രാമത്തെ വാള്യത്തിലാണ്? അപ്പോ ഏതാണ്ട് 13ാമത്തെ വാള്യത്തിലാണ്. അപ്പൊ ഷെയ്ഖ് അൽബാനി ചോദിച്ചു, 13ാമത്തെ വാള്യത്തിലാണോ? അപ്പൊ ചോദ്യകർത്താവ് പറഞ്ഞു, അതെ, 13ാമത്തെ വാള്യത്തിലാണ്. ഇത് മാത്രല്ല, ഇബ്നുൽ ഖയ്യിമും ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചോദ്യകർത്താവ് പറയണം, ഷെയ്ഖ് അൽബാനി ഇവരും തമ്മിൽ നടക്കുന്ന ചർച്ചയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിയണം. വെറുതെ കാടടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ല. കേരളത്തിലെ രാഷ്ട്രീയക്കാരെയും അതേപോലെ തന്നെ സമുദായ നേതാക്കളെയൊന്നും പേടിച്ചിട്ട് ദീന് പറയാതിരിക്കാൻ നമുക്ക് പറ്റൂല. ഉള്ളതുപോലെ നമ്മൾ പറയാം. ഒരു മെമ്പർഷിപ്പ് മേടിച്ചിട്ട് നമുക്ക് ഇത് പറയാതിരിക്കാൻ പറ്റുമോ? നാളെ അള്ളാഹിനോട് സമാധാനം പറയേണ്ടി വരില്ല നമുക്ക്. അപ്പൊ ചോദ്യകർത്താവ് എന്ത് പറഞ്ഞു? ഇബ്നുൽ ഖയ്യിം ഇത് പറഞ്ഞിട്ടുണ്ട്, രോഗി അടിക്കുന്ന സംഭവം അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോ ഷെയ്ഖ് അൽബാനി പറഞ്ഞു, ആ ഇബ്നുൽ ഖയ്യിമിന്റേത് അന്നഹു കാന യദ്രിബുൽ മരീല സലാസുമി അൽറബ, 300ഓളം അടിവരെ ഈ രൂപത്തിൽ അടിക്കാറുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഇബ്നുൽ ഖയ്യിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഷെയ്ഖ് അൽബാനി എന്താ പറഞ്ഞത് അറിയോ? അല്ലാഹു അക്ബർ. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് എപ്പോഴാ അല്ലാഹു അക്ബർ പറയല്? ഷെയ്ഖ് അൽബാനി എന്താ പറഞ്ഞ്? ഇബ്നു തൈമിയ ഖുറാഫിയാണെന്നാ പറഞ്ഞ്, അല്ലെങ്കിൽ ഇബ്നുൽ ഖയ്യിം ഖുറാഫിയാണെന്നാ പറഞ്ഞ്? ഷെയ്ഖ് അൽബാനി പറഞ്ഞത് അല്ലാഹു അക്ബർ. ഷെയ്ഖുൽ ഇസ്ലാമും ഇബ്നുൽ ഖയ്യിമും ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഷെയ്ഖ് അൽബാനി പറയാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് തക്ബീർ മുഴക്കുക ചെയ്യുന്നത്. ഏത് സന്ദർഭത്തിലാ തക്ബീർ പറയല്? അത് ഹറാമാണെന്നോ ബിദഅത്താണെന്നോ ഖുറാഫത്താണെന്നോ ഒന്നുമല്ല അൽബാനി പറയുന്നത്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പൊ ചോദ്യകർത്താവ് ഒന്നുകൂടി വിശദീകരിച്ചു കൊടുത്തു, ഇങ്ങനെയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിലും വമാഹാദ ലാ യശ്ഉറുൽ മരീൽ, രോഗി അറിയില്ല ഇങ്ങനെ അടിച്ചിട്ടുണ്ട് എന്നുള്ളത്, രോഗി അറിയില്ല. ആ രോഗിയിൽ നിന്ന് ജിന്ന് പുറത്തു പോയാൽ ആ രോഗിയോട് ഞങ്ങൾ ചോദിക്കാറുണ്ട്, എന്താണ് ഷേഖ് നിന്നെ ചെയ്തത്? പക്ഷെ അയാളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോ ഇത് ചോദ്യകർത്താവ് പറഞ്ഞപ്പോ ഷെയ്ഖ് അൽബാനി പറയണത് എന്താ പറഞ്ഞത് അറിയോ? റഹിമഹുല്ലാ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ. ഇത് പ്രാർത്ഥിക്കുക ചെയ്യണത്, അതല്ലാതെ അന്ധവിശ്വാസത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞിട്ട് ഷെയ്ഖുൽ ഇസ്ലാമിനെ ഖുറാഫിയൊക്കെ അല്ലേ ചെയ്യുന്നത്. റഹിമഹുല്ലാ, അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്തു കൊടുക്കട്ടെ. മനിസ്തതാ, നിങ്ങളിൽ ആർക്കാണോ സാധിക്കുന്നത്, അന്നക്കൂനൊക്കെ ഇബ്നു തൈമിയ പോലെയാകാൻ ഫല്യഫൽ, അവൻ അങ്ങനെ ചെയ്തട്ടെ. ഇബ്നു തൈമിയ പോലെ ആ രൂപത്തിൽ ചെയ്യാൻ ആർക്കാണോ സാധിക്കുന്നത് അവൻ അങ്ങനെ ചെയ്യട്ടെ എന്ന് ഷെയ്ഖ് അൽബാനി അനുവാദം കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി അതങ്ങനെ പറഞ്ഞിട്ട് വിശദീകരിക്കുന്നുണ്ട്. ദീർഘമായിട്ടുള്ള ഒരു സംഭാഷണമാണ്. അപ്പൊ ഷെയ്ഖ് അൽബാനി തീരെ അടിച്ചിട്ടില്ല,
അദ്ദേഹം അടിക്കുന്നതിന് എതിർക്കാണ് ചെയ്തത് എന്നുള്ളതിന് ഒരു തെളിവില്ല. ഷെയ്ഖ് അൽബാനി പറഞ്ഞത് ഒരു മനുഷ്യനെ കൊല്ലുന്ന രൂപത്തിൽ അടിക്കരുത്, അതിൽ നമുക്ക് ആർക്കും തർക്കല്ല. എന്നാൽ ആ രോഗിക്ക് അതുകൊണ്ടൊരു മസ്ലഹത്ത് ഉണ്ടെങ്കിൽ ആ രൂപത്തിൽ, ചെറിയ രൂപത്തിലുള്ള ആ രൂപത്തിലുള്ള അടി അതിൻ്റെതായ ആളുകൾക്ക് അടിക്കുന്നതിന് വിരോധമില്ല എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നേരത്തെ ഞാൻ ചോദിച്ചു, ഇത് തീരെ അടിക്കാൻ തന്നെ പാടില്ല എന്നുള്ളൊരു നിയമം ഇസ്ലാമിൽ ഇല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ജിന്ന് ബാധിച്ച ഒരാൾക്ക് ചികിത്സയുടെ ഭാഗമായിട്ട് തീരെ അടിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ ഉദ്ധരിക്കുന്ന ഒരു തെളിവാണ് ആരത്? ഷെയ്ഖ് ഇബ്നു ബാസ് അത് പറഞ്ഞു എന്നുള്ളത്. അത് ഇവരുടെ പുസ്തകത്തിൽ അത് എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് വായിക്കാം. അതില് ഷെയ്ഖ് ഇബ്നു ബാസിനോട് ചോദിക്കാണ്. എന്താ ചോദ്യം? ഒരാളുടെ കഴുത്ത് ഞെരിക്കുക, അതേപോലെ തന്നെ അടിക്കുക, അതിന്റെ ഹുക്കും എന്താണ് എന്നാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. ഞാൻ അതിന്റെ മലയാളം വായിക്കാം, സമയമില്ലാത്തത് കൊണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ചില ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. മതത്തിൽ അനുവദനീയമായിട്ടുള്ളത് ഖുർആൻ പാരായണവും സ്ഥിരപ്പെട്ട നല്ല പ്രാർത്ഥനകൾ നിർവഹിക്കലുമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹാബത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നത്. അവരാരെങ്കിലും അടിച്ചു ചികിത്സിച്ചിരുന്നതായി നമുക്കറിയില്ല. അപ്പൊ ആ വിഷയത്തിൽ നമ്മൾ ഹദീസ് ഉദ്ധരിച്ചു. ചില പണ്ഡിതന്മാർ അങ്ങനെ ചെയ്തു എന്നത് തെളിവല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം, ഇതൊക്കെ ചില പണ്ഡിതന്മാർ അങ്ങനെ ചെയ്തു എന്നത് തെളിവല്ല. സംശയാസ്പദമായ കാര്യമാണത്. ഒരു മനുഷ്യൻ മന്ത്രവും ചികിത്സയും ഒക്കെയായി രംഗത്ത് വരികയും ജനങ്ങളെ അടി, കഴുത്ത് ഞെരിക്കൽ തുടങ്ങിയവയിലൂടെ ഉപദ്രവിക്കുകയും ചെയ്യുന്നത് അയാൾക്ക് ഗുണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും രോഗിയുടെ മരണത്തിന് തന്നെ കാരണമാകാം. അതിനാൽ അത് ഒഴിവാക്കൽ നിർബന്ധമാണ്. വലിയ അപകടം സൃഷ്ടിക്കുന്ന ഈ കാര്യം ചെയ്യാതിരിക്കലും അതിന് വിധേയനാവാതിരിക്കലും അനിവാര്യമാണ്. ഇതിലൊക്കെ എന്തെങ്കിലും നന്മ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ ദൂതരോ സ്വഹാബികളോ നമുക്ക് വിശദീകരിച്ചു തരുമായിരുന്നു. മാത്രവുമല്ല, ഇത് അധികവും വെറും ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് ഇതിനെ എതിർത്തിട്ടുണ്ട്. ഇതാണ് ഇവർക്ക് ആകെ എടുത്തുദ്ധരിക്കാനുള്ള ഒരു തെളിവ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, ഷെയ്ഖ് ഇബ്നു ബാസിന്റെ വേറെ ഫത്വയും കൂടി നിങ്ങൾ വായിക്കണം, എന്നാ പ്രശ്നം തീരും. ഇതിൽ ഷെയ്ഖ് ഇബ്നു ബാസ് ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ളത് ആ ഫത്വയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ തന്നെ വേറെ ഫത്വ ഞാൻ വായിച്ചുതരാം. ആ ഫത്വ കേട്ടോളി. ആ ഫത്വയിലുള്ളത് അദ്ദേഹത്തോട് ചോദിക്കാണ്, ഹൽ യജൂസു, അനുവദനീയമാണോ, ലില്ലദി യുആലിജുൽ മർലാഹ് ബിഖിറാഅത്തിൽ ഖുർആനിൽ കരീം അൻ യദ്രിബ വയഖരിക വയതഹദ്ദസ്. അതായത് ഖുർആൻ ഓതിക്കൊണ്ട് ജിന്ന് ബാധിച്ച ഒരാളെ ചികിത്സിക്കുന്ന ഒരാൾക്ക് അനുവദനീയമാണോ അൻ യദ്രിബ, ആ രോഗിയെ അടിക്കുക, വയഖനിക, അയാളുടെ ചങ്കില് പിടിക്കുക, കഴുത്ത് ഞെരിക്കുക, വയതഹദ്ദസ്, സംസാരിക്കുക, മഅൽ ജിന്നി, ജിന്നിനോട്. ഈ 3 ചോദ്യങ്ങളാണ്. അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി കേട്ടോ. ആര്? ഷെയ്ഖ് ഇബ്നു ബാസ് കൊടുക്കുന്ന മറുപടി എന്താ അറിയോ? ഹാദാ, ഇത് ഖദ് വഖഅ ശൈഉൻ മിൻഹു മിൻ ബഅദിൽ ഉലമാഇ സാബിഖീന മിസ്ല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലെയുള്ള മുൻഗാമികളായ ചില പണ്ഡിതന്മാരിൽ നിന്നും ഇത് വന്നിട്ടുണ്ട്. ഈ രൂപത്തിൽ അവരടിച്ചു, ആ രൂപത്തിലുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഫഖദ് കാന യുഖാതിബുൽ ജിന്നി വയഹ്നികുഹു വയദ്രിബുഹു ഹത്താ യുഹ്രിജ. ആ ജിന്നിനെ പുറത്താക്കുന്നത് വരെ അവരടിച്ചിട്ടുണ്ട്, അയാളുടെ കഴുത്ത് ഞെരിച്ചിട്ടുണ്ട്. ഈ രൂപത്തിലൊക്കെ ഇങ്ങനെയുള്ള ചില പണ്ഡിതന്മാരിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ? നേരത്തെ പറഞ്ഞ ഫത്വയിൽ പറഞ്ഞതുപോലെ അത് തീർത്തും പാടില്ല എന്നാണോ? അല്ല. അദ്ദേഹം പറഞ്ഞ എന്താ പറയുക? അമ്മൽ മുബാലഗ, എന്നാൽ അതിൽ മുബാലഗത്ത്. അനസ് മുസ്ലിയാർ ഇതിന്റെ അർത്ഥം എന്ന് പറയട്ടെ. എന്താ മുബാലഗത്ത്? അമ്മൽ മുബാലഗത്ത് ഫി ഹാദിഹിൽ ഉമൂരി മിമ്മാ നസ്മഉഹു അൻ ബഅദിൽ ഖുറാഇ ഫലാ വജ്ഹല. ഈ വിഷയത്തിൽ എന്ത് പാടില്ല? മുബാലഗത്ത് പാടില്ല. എന്താ? നേരത്തെ പറഞ്ഞ അടിയുണ്ടല്ലോ, ഈ മന്ത്രവാദികളും മുസ്ലിയാക്കന്മാരും അടിച്ചിട്ട് കൊല്ലലുണ്ടല്ലോ മന്ത്രവാദത്തിന്റെ പേരിൽ, ആ അടി പറ്റൂല എന്ന്. അതാണ് മുബാലഗത്ത്, അതിര് കവിയൽ. അമ്മൽ മുബാലഗ ഫി ഹാദിഹിൽ ഉമൂരി, എന്നാൽ ഈ വിഷയത്തിലുള്ള മുബാലഗത്ത്, ഈ കാര്യങ്ങളിലുള്ള മുബാലഗത്ത്, മിമ്മാ നസ്മഉഹു അൻ ബഅദിൽ ഖുറ, ചില ആളുകളിൽ നമ്മളത് കേൾക്കുന്നുണ്ട്, ഫലാ വജ്ഹല, അതിന് തെളിവില്ലാന്ന്, അതിനൊരു വജ്ഹുല്ലാന്ന്. അപ്പൊ മുബാലഗത്തിന് ഒരു വജ്ഹുല്ല, അതിനൊരു തെളിവില്ല, അതിന് ഒരു രേഖയും, അത് ഒട്ടും പാടില്ല മുബാലഗത്ത്. അതാണ് അദ്ദേഹത്തിന്റെ
മജ്മൂ ഫതവ വ മഖാലാത്ത് മുതനവ്വിയ അൽ മുജല്ലദ് സാമിന് വൈശ്രീനില് ഇത് കാണാം. ഇതെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോ ഷേഖ് ഇബ്നു ബാസിന്റെ ആ ഒരു ഫത്വ മാത്രം എടുത്തിട്ട് തീരെ ചികിത്സന്റെ ഭാഗമായിട്ട് അടിക്കാൻ തന്നെ പാടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ അതിലൊരു ന്യായവും ഇല്ല. ഇനി ഷേഖ് ഇബ്നു ബാസ് ഉണ്ടല്ലോ, ലജ്നത്ത് ദായിമയിലെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്നല്ലോ. ലജ്നത്ത് ദായിമന്റെ ഒരു ഫത്വ ഞാൻ വായിച്ചു തരാം. ലജ്നത്ത് ദായിമന്റെ ഫത്വയിൽ എന്താ ഉള്ളത്? നിങ്ങൾ പ്രസംഗിക്കുന്നത് പോലെ റഷീദുദ്ദീൻ അല്ല സിറാജുദ്ദീൻ മുസ്ലിയാർക്ക് തെളിവുണ്ടാക്കുക എന്നുള്ളതല്ല. കേട്ടോളെ, ലജ്നത്ത് ദായിമയുടെ ഫത്വയിലുള്ളത് അവരോട് ചോദിച്ചു. 7501 ചോദ്യം. യൂജദു മസ്റൂഅഹ് വഅലൈഹ ഇംറഅത്തുൻ മിനൽ ജിന്നി. ജിന്ന് ബാധിച്ച ഒരു സ്ത്രീ ചോദിക്കാണ് ലജ്നത്ത് ദായിമയോട്. നമ്മുടെ കേരളത്തിലെ ജമിയത്തുൽ ഉലമയോടല്ല ചോദിക്കുന്നത്, ലജ്നത്ത് ദായിമയോടാണ് ചോദിക്കുന്നത്. ജിന്ന് ബാധിച്ച ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ബാധിച്ചിരിക്കുന്നത് ഇംറഅത്തുൻ മിനൽ ജിന്നി, ഒരു ജിന്നിൽപ്പെട്ട ഒരു ഇംറാത്താണ്, പെണ്ണ് ജിന്നാണ്. വൈന്ദമാ തദ്രിബു ഇംറഅത്തൽ ജിന്നി ലാ തസ്തജീബു ലിൽ ഖുറൂജി. ആ പെണ്ണിനെ ഞങ്ങൾ അടിക്കുന്നുണ്ട്. വൈന്ദമാ തദ്രിബു ഇംറഅത്തൽ ജിന്നി, ആ ജിന്ന് കൂടിയ ആ ജിന്നിനെ പുറത്താക്കാൻ വേണ്ടി ഞങ്ങൾ അടിക്കുന്നുണ്ട്. പക്ഷെ അടിച്ചിട്ട് ജിന്ന് പുറത്തു പോകാൻ കൂട്ടാക്കുന്നില്ല. മിലൽ മർഅത്തിൽ മുസ്ലിമ, ആ മുസ്ലിം സ്ത്രീയിൽ നിന്ന് ഈ സ്ത്രീ ജിന്ന് പുറത്തു പോകാൻ കൂട്ടാക്കുന്നില്ല. ഫഹൽ യജൂസു ഫി ഹാദിഹിൽ ഹാലത്തി, ഈ അവസ്ഥയിൽ ഈ സാഹചര്യത്തിൽ ജായിസാണോ ഹർഖുഹാ ബിന്നാരി, തീ കൊണ്ട് കത്തിച്ചു കളയൽ, കരിച്ചു കളയൽ? അത് പ്രത്യേകമായ രീതി ഉണ്ട്, തീ കൊണ്ട് കരിക്കുക, ചില പ്രത്യേകമായ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്. ഹത്താ തുഹരിജ മിനൽ മർഅത്തിൽ മുസ്ലിമ, ഈ മുസ്ലിം സ്ത്രീയിൽ നിന്ന് ഈ ജിന്നിനെ പുറത്താക്കാൻ അങ്ങനെ കരിക്കാൻ പറ്റുമോ? ആ ചികിത്സാമുറ ഉപയോഗിക്കാൻ, നാറുകൊണ്ട് തീ ഉപയോഗിച്ചിട്ട് അതിനെ കരിച്ചു കളയാൻ, അതിനെ നശിപ്പിച്ചു കളയാൻ ജായിസാണോ? അപ്പൊ ഞങ്ങൾ അടിച്ചു, പക്ഷെ എന്നിട്ട് പുറത്തു പോകണില്ല. അപ്പൊ അതിന്റെ അറ്റ കൈ പ്രയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. എന്താ ലജ്നത്ത് ദായിമയുടെ മറുപടി? നമ്മുടെ കേരളത്തിലെ മറുപടി എന്തായിരിക്കും? രണ്ടും ഹറാമാണ്, രണ്ടും ഖുറാഫാത്താണ്, രണ്ടും അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, അല്ലെ? സിറാജുദ്ദീൻ മുസ്ലിയാർക്ക് തെളിവുണ്ടാക്കി കൊടുക്കലാണ്, ഒന്നല്ല. ലജ്നത്ത് ദായിമന്റെ മറുപടി എന്താ? യുഹരിമു ഇഹ്റാഖിഹാ ബിന്നാരി മുത്ലഖ, നിരുപാധികമായിട്ട് തന്നെ തീ കൊണ്ട് ആ ജിന്നിനെ കത്തിച്ച് നശിപ്പിച്ചു കളയരുത്, അത് ഹറാമാണ്. ലിഅന്ന നാറ ലാ യുഅദിബു ബിഹാ ഇല്ലല്ലാഹ് വബില്ലാഹി തൗഫീഖ്, തീ കൊണ്ട് ശിക്ഷിക്കുന്നത് അല്ലാഹ് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തീ കൊണ്ട് ആ ജിന്നിനെ എന്ത് ചെയ്യരുത്? നശിപ്പിക്കരുത്, പുറത്താക്കരുത്. അതെന്താണ്? ഹറാമാണ്. അപ്പൊ അടിക്കലോ? ചോദിക്കട്ടെ, അനസ് മുസ്ലിയാരോടും അടി വിദഅത്താണെന്നും അതേപോലെ തന്നെ അത് മറ്റൊരു മന്ത്രവാദികൾക്ക് തെളിവുണ്ടാക്കലാണെന്നൊക്കെ പറയുന്ന ആളുകളോട്, അല്ലെങ്കിൽ ഇത് പറയാൻ മടിക്കുന്ന ആളുകളോട്, രാഷ്ട്രീയക്കാരെ പേടിച്ചിട്ട് മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ആളുകളോട് ചോദിക്കട്ടെ, ഇത് ഹറാമാണ് എന്ന് ലജ്നത്ത് ദായിമ പറയേണ്ടതല്ല? അടി ഇവിടെ പറഞ്ഞെന്താ? ഞങ്ങൾ അടിച്ചു നോക്കി, ജിന്ന് പുറത്തോണില്ല. അപ്പൊ ഒന്ന് ഹറാമാണെന്ന് പറഞ്ഞു, ഏത്? തീ കൊണ്ട് കരിക്കാതെ ഹറാമാണെന്ന് പറഞ്ഞു. അപ്പൊ മറ്റത് ഹറാമാണെങ്കിൽ അത് പറയണ്ടേ? പറഞ്ഞോ? അത് പറഞ്ഞോ? അപ്പൊ തീ കൊണ്ടുള്ളത് ഹറാമാണെന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? ഇത് ഹലാലാണ്. അല്ലെങ്കിൽ ഒന്ന് മറ്റത് ഹറാമാണെങ്കിൽ അത് അവർ മിണ്ടാതിരിക്കും, അത് പറയണ്ടേ അവര്? ഇത് ഹറാമാണെന്ന് പറയുമ്പോ രണ്ടും ഹറാമാണെന്നല്ലേ പറഞ്ഞെടുക്കണ്ടി? അപ്പൊ അത് ഹറാമാണെന്ന് പറഞ്ഞു. ഇത് ലജ്നത്ത് ദായിമ. അതിൽ ആരുണ്ട്? ഷേഖ് ഇബ്നു ബാസ് ഉണ്ട്, അബ്ദുല്ലാഹിബിൻ ഗോദ് ഉണ്ട്, അബ്ദുല്ലാഹിബിൻ ഒദയാൻ ഉണ്ട്, അഫീഫ് ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. അപ്പൊ ലജ്നത്ത് ദായിമയുടെ ഫത്വയാണിത്. ഇനി എന്താ വേണ്ടത്? ഇനി കേട്ടോ അടുത്തത്. ആര്? ഷേഖ് ഫൗസാൻ. ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാ, അദ്ദേഹത്തിന്റെ ഇതൊക്കെ അംഗീകരിക്കുമെന്നാവും. കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ താല്പര്യം എന്താ പറയുക? മക്കത്തുള്ള പണ്ഡിതന്മാർക്ക് കേരളത്തിൽ വന്നിട്ട് ദീന് പഠിക്കേണ്ട അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലാണ് ഇൽമു എന്നുള്ളതാ, നമ്മൾ വേറെ എടുക്കും പോകേണ്ട കാര്യമില്ല എന്നുള്ളതാ. ഇവരുടെയൊക്കെ പ്രസംഗം കേട്ടാല് അങ്ങനെയാണ് തോന്നുക. മക്കത്തുള്ള പണ്ഡിതന്മാരൊക്കെ ഇങ്ങോട്ട് കേരളത്തിക്ക് വന്നിട്ട് ദീന് പഠിക്കേണ്ട ഒരു കോലം. എന്താണെങ്കിലും അടുത്ത കേട്ടോ. ആരാ പറഞ്ഞത്? ഷേഖ് ഫൗസാൻ ഹഫിളഹുല്ലാ. അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഹുക്മുൽ ളർബി വൽ ഖൻഖി ഫി റുഖിയത്തി ശർഇയ്യ ലിഇഖ്റാജിൽ ജിന്നി വ അദിയതിഹി. എന്താ ചോദ്യം? ജിന്നിനെ പുറത്താക്കാൻ,
മതപരമായിട്ടുള്ള റുഖിയ നടത്തുമ്പോൾ അടിക്കുന്നതിന്റെയും ഈ കഴുത്തിൽ ഞെരിക്കുന്നതിന്റെയും വിധി എന്താണ്? എന്താ ഉത്തരം? കേട്ടോളി. ഹാദാ മാ ഹുവ റാഖിൻ, അദ്ദേഹം പറയുന്നു ഇവൻ മന്ത്രവാദി, ഇവൻ റാഖി, ഇവൻ മന്ത്രിക്കുന്നവനല്ല. ഹാദാ മുഅ്ദിൻ, ഇവൻ ആരാണ്? ഉപദ്രവിക്കുന്നവനാണ് ഇവൻ. അർറുഖിയത്തു, മന്ത്രം, മാ ഫീഹാ ലർബുൻ, അതിൽ അടിയില്ല. വലാ ഖൻകുൻ ഫീഹാ, അതിലെന്തില്ല? കഴുത്തിന് പിടിച്ച് ഞെരിക്കലില്ല, അടിയില്ല. യുഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതി കൊടുക്കലാണ്. വയൻഫുസു അലൽ മരീല്, രോഗിക്ക് ഉമിനീര് തെറിപ്പിച്ച് തുപ്പി ഊതി കൊടുക്കലാണ്. ഔ അലാ മൗദിഇൽ ഇസാബ ഹാദ റുഖിയത്തിൽ വാരിദ, അങ്ങനെ വാരിദായി വന്നിട്ടുള്ള റുഖിയകൾ കൊണ്ട് രോഗം ബാധിച്ച സ്ഥലത്തോ അല്ലെങ്കിൽ രോഗിക്കോ ഈ ഖുർആൻ കൊണ്ടും ആ വാരിദായി വന്നിട്ടുള്ള മന്ത്രങ്ങൾ കൊണ്ടും ചികിത്സിക്കുകയാണ് ചെയ്യേണ്ടത്. അമ്മല്ലർബു, അത് എന്നാൽ അടി, വൽ ഖൻഖ്, ഇതേപോലെ തന്നെ കഴുത്ത് ഞെരിക്കൽ, ആ രൂപത്തിലുള്ള ചികിത്സകൾ ഹാദാമാ വറദ, ഇത് വന്നിട്ടില്ല. ബഅദുഹും യഖൂലു, എന്നാൽ അവരിൽ ബഅദുഹും യഖൂലു, ചിലർ പറയുന്നു ഇദാ കാന ഫീഹാ മസ്സും മിനൽ ജിന്നി, ജിന്ന് ബാധ ഉണ്ടെങ്കിൽ, വതഅക്കദ മിൻ ഹാദാ, ഇത് ഒരാൾക്ക് ഉറപ്പിച്ചു, ഫഇന്ന ലർബഹു ലാ യഖഉ അലൽ മരീലി, അപ്പൊ ജിന്ന് ബാധ ഉണ്ട് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞാൽ ഇങ്ങനെ അടിച്ചാൽ അത് രോഗിക്ക് അടി കൊള്ളൂല എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. ഇന്നമാ യഖഉ അലൽ ജിന്നി, ആ അടി ആർക്കാണ് കൊള്ളുക? അത് ജിന്നിനാണ് കൊള്ളുക. കമാ ദക്കറ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വഗൈരിഹി, ആര് പറഞ്ഞതുപോലെ? ഇബ്നു തൈമിയ പറഞ്ഞതുപോലെ, അതേപോലെ തന്നെ മറ്റുള്ളവരും പറഞ്ഞതുപോലെ. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ഒന്ന്, അടി, ഖനഖ് പാടില്ല. റുഖിയ ഖുർആൻ കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട് മന്ത്രിച്ചു കൊടുക്കുക വേണ്ടത്. എന്നാൽ ചില ആളുകൾ ജിന്ന് ബാധിച്ച ഒരാളെ അടിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടിച്ചാൽ തന്നെ ആ അടി ആ രോഗിക്ക് കൊള്ളൂല, ആ രോഗിക്ക് ഒരിക്കലും വേദന ഉണ്ടാക്കില്ല, ജിന്നിനാണ് ആ അടി കൊള്ളുന്നത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആരുപോലെ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോലെ. എന്നിട്ട് പറയുന്നത് എന്താ? ലാക്കിൻ ഹാദാ മാ യത്തഖിനുഹു ഇല്ലൽ മുതഖസ്സിസൂൻ, ഈ അടി, ഈ രൂപത്തിൽ അടിക്കുക എന്നുള്ളത് ആരല്ലാതെ ചെയ്യാൻ പാടില്ല? ഇല്ലൽ മുതഖസ്സിസൂൻ, അതിൽ ഖുസൂസായ മുതഖസ്സിസീങ്ങളല്ലാതെ ചെയ്യരുത്. കണ്ടോ എന്താ പറഞ്ഞേ? അടിക്കാൻ തന്നെ പാടില്ല എന്നാ? മന്ത്രവാദികൾക്ക് തെളിവുണ്ടാക്കി കൊടുക്കുന്ന അത് ചെയ്യാം. ആർക്ക് ചെയ്യാം? മുതഖസ്സിസീങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഒരാൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു രോഗം ഉണ്ടായി എന്ന് കരുതി ഒരാള് ഓരോരുത്തരും വടിയെടുത്ത് പോയിട്ട് തല്ലാൻ നിൽക്കണ്ടാന്ന്. അത് ചെയ്യേണ്ടത് ആരാ? നമുക്ക് മന്ത്രിച്ചു കൊടുക്കാം, ആ രൂപത്തിലുള്ള ചികിത്സകൾ നടത്താം. എന്നിട്ടും ജിന്ന് പോയിട്ടില്ല എങ്കിൽ അതിൻ്റെതായ ആളുകൾ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച, അതാണ് ഷെയ്ഖ് അൽബാനി പറഞ്ഞത്, ഇബ്നു തൈമിയ പോലെ ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ ചെയ്തോട്ടെ. ഷെയ്ഖ് അൽബാനി പറഞ്ഞില്ലേ, അതന്നെ ഷെയ്ഖ് ഫൗസാനും പറയുന്നത്. ഇങ്ങനെ അടിച്ചവരുണ്ട്, ആ അടി രോഗിയുടെ ശരീരത്തിൽ ബാധിക്കുന്നില്ല, അത് ചെയ്യാം. ആർക്ക്? ഇത് ഇല്ലൽ മുത്തഖസ്സിസൂൻ, അവർക്കത് ചെയ്യാം. ആർക്ക്? മുത്തഖസ്സിസീൻ. ആ വിഷയത്തിൽ പ്രത്യേകം അതിനെപ്പറ്റി പഠിച്ച, ആ റുഖിയകളും അതിന്റെ ശർഈയായിട്ടുള്ള രീതികളൊക്കെ പഠിച്ച, അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയ ആളുകൾക്കല്ലാതെ അത് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പൊ അവർക്കത് ചെയ്യാം. ആരാ പറഞ്ഞത്? ഷെയ്ഖ് ഫൗസാൻ. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി വ്യക്തമാക്കുന്നു, അമ്മാ കുല്ലു വാഹിദിൻ യദ്റബ്, എന്നാൽ ഓരോരുത്തരും അടിക്കുക എന്നുള്ളത് അത് പറ്റുന്ന നമ്മളേറ്റ പറയുന്നുണ്ടോ? ഓരോരുത്തരും അടിക്കുക എന്നുള്ളത്. വകുല്ലു വാഹിദിൻ യഖ്നി, ഓരോരുത്തരും കഴുത്തിന് പിടിച്ച് ഞെക്കുക എന്നുള്ളത്. ഹാദാ മാ ലാ യുഫ്തഹുൽ ബാബ് ബിഹാദാ, ഈ ബാബ് ഒരിക്കലും നിങ്ങളാരും തുറക്കരുത്. ഇതിന്റെ ഓഡിയോ യൂട്യൂബിൽ കിട്ടും, ഷെയ്ഖ് ഫൗസാന്റെ. അപ്പൊ ഓരോരുത്തരും അടിക്കുക, ഓരോരുത്തരും കഴുത്തിന് പിടിച്ചു ഞെക്കുക, ഈ ബാബ് തുറക്കരുത്. അത് ചെയ്യാം. ആർക്ക് ചെയ്യാം? ആ മുത്തഖസ്സിസീങ്ങളായ അതിൻ്റെതായ ആളുകൾക്ക്. അവർക്ക് അത് കണ്ടാൽ അറിയാം ഇതെന്തൊക്കെയാണ്, ഏതൊക്കെ രൂപത്തിലാണ്, ഏതൊക്കെ കോലത്തിലാണ്, അതൊക്കെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അവർക്കത് ചെയ്യാം എന്ന് പറഞ്ഞത് ഞാനല്ല, ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല ആണത് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇനി ഇതുപോലെ ഒരുപാട് തെളിവുകള്. അവനിത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ സമയം ആയിട്ടുണ്ട്. ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യനെ കൊല്ലുന്ന രൂപത്തിലുള്ള, നശിപ്പിക്കുന്ന രൂപത്തിലുള്ള, മർദ്ദിക്കുന്ന രൂപത്തിലുള്ള അടി അത് പാടുണ്ട് ചികിത്സയുടെ ഭാഗമായിട്ടെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. അത് പാടില്ല, അത് ഹറാമാണ്, തെറ്റാണ്. പണ്ഡിതന്മാരൊക്കെ അത് വ്യക്താക്കിയിട്ടുണ്ട്. ഇനി ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു എന്ന് ഉസ്മാൻ ബിൻ അബിലാസ് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ആ രൂപത്തിലുള്ള അടി അത് തീരെ പാടില്ല എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞു എന്ന് പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുന്നത് ഷെയ്ഖ് ഇബ്നു ബാസിന്റേതാണ്.
ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു ഫത്വയിൽ പറഞ്ഞത് അതിൽ മുബാലഗത്ത് പാടില്ല, അത് നമ്മൾ ഉദ്ധരിച്ചു. അതേപോലെ തന്നെ അദ്ദേഹം തന്നെ ലജ്നത്തു ദായിമ തന്നെ കൊടുത്ത ഫത്വയില് തീയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞെടുത്ത് അദ്ദേഹം ഇത് ഹറാമാണ്. ആ ലജ്നത്തു ദായിമ മൊത്തമുണ്ടല്ലോ, ആ പണ്ഡിത സഭയാണ് സൗദിയിലെ, അവര് പറഞ്ഞത് അത് ഹറാമാണെന്നുള്ളത് അവര് പറഞ്ഞിട്ടില്ല. ഇനി ഷെയ്ഖ് അൽബാനി പറഞ്ഞത് എന്താ? രോഗിയെ കൊല്ലുന്ന രൂപത്തിലുള്ള കഠിനമായ അടി അത് പാടില്ല എന്നുള്ളതാണ് ഷെയ്ഖ് അൽബാനി പറഞ്ഞത്. പിന്നെ ഹിജാമ ചെയ്യുന്നത് പോലെ അത് ശരീരത്തിൽ മുറിവുണ്ടാക്കലാണ്, പക്ഷെ അതുകൊണ്ട് ഉപകാരമുണ്ട്, അതുകൊണ്ട് തന്നെ അത് അനുവദിച്ചിട്ടുണ്ട്. മുറിവുണ്ടാക്കാൻ പാടില്ല, വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഇസ്ലാമിന്റെ പൊതു തത്വമാണ്. പക്ഷെ ഹിജാമ അനുവദിച്ചു. ഇതേപോലെ തന്നെ ഈ രംഗത്തും ചികിത്സയുടെ ഭാഗമായിട്ട് അടിക്കേണ്ടതുണ്ടെങ്കിൽ, ആവശ്യമാണെങ്കിൽ, അനിവാര്യമാണെങ്കിൽ ആ സന്ദർഭത്തിലും സാഹചര്യത്തിനനുസരിച്ച് അടിക്കാവുന്നതാണ്. അതിലൊരു ഫായിദ ഉണ്ടെങ്കിൽ, ഒരു മസ്ലഹത്ത് ഉണ്ടെങ്കിൽ, അത് ആ രോഗിയെ കൊല്ലലൊന്നും ആകരുത്, അത് ജായിസാണ് എന്ന് ഷെയ്ഖ് അൽബാനി പറഞ്ഞു. അതേപോലെ തന്നെ അൽബാനിയുടെ തന്നെ മറ്റൊരു കാസറ്റിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത് ചോദ്യകർത്താവ് വിശദീകരിച്ചു കൊടുത്തപ്പോ അല്ലാഹു അക്ബർ എന്ന് പറയുകയും ഇബ്നു തൈമിയ പോലെ ചെയ്യാൻ പറ്റുന്ന ആളുകൾ അത് ചെയ്യട്ടെ എന്ന് പറയുകയും ചെയ്തത് ഷെയ്ഖ് അൽബാനി പറഞ്ഞത് നമ്മൾ ഉദ്ധരിച്ചു. ഇതേപോലെ തന്നെ ഷെയ്ഖ് ഫൗസാന്റെ ഫത്വ അദ്ദേഹത്തോട് ചോദിച്ച സന്ദർഭത്തിലും അദ്ദേഹം പറഞ്ഞത് അടിക്കേണ്ടത് ആ രൂപത്തില്, അത് മുത്തഖസ്സിസീങ്ങൾക്ക് ചെയ്യാം, അതല്ലാതെ ഓരോരുത്തരും അത് ജിന്നാണ്, ഇത് ജിന്നാണ്, അത് ഇന്ന കാരണം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അടിക്കുന്ന രീതി ഇല്ല. അത് ഓരോരുത്തരും ചെയ്യരുത്, അതിൻ്റെതായ മുത്തഖസ്സിസീങ്ങളായ ആളുകൾ ചെയ്യട്ടെ എന്ന് ഷെയ്ഖ് ഫൗസാൻ പറഞ്ഞത് നമ്മൾ വായിച്ചു. ഇനിയും ഇതല്ലാത്ത പണ്ഡിതന്മാരുടെ തെളിവുകൾ നമുക്ക് ഉദ്ധരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാം. ഇത്രയുമാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ വിഷയങ്ങൾ പഠിക്കുക, പ്രമാണങ്ങളെ നമ്മൾ മൂടി വെക്കേണ്ട ഒരു കാര്യമല്ല. നാട്ടുകാരെ പേടിച്ച്, ജനങ്ങളെ പേടിച്ച് പ്രമാണങ്ങളെ മൂടി വെക്കേണ്ട ഒരു കാര്യം നമുക്കില്ല. അപ്പോൾ എന്താണോ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടത്, അത് ഏത് വിഷയത്തിലാണെങ്കിലും സലഫി പണ്ഡിതന്മാര് പ്രമാണബദ്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ അത് നമുക്ക് സ്വീകരിക്കാം, അത് നമുക്ക് അംഗീകരിക്കാം, അത് നമുക്ക് ജനങ്ങളെ പഠിപ്പിക്കാം. അപ്പൊ ഈ വിഷയത്തില് നമുക്കറിയാം ഷിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ പോകുന്നുണ്ട്, അത് നമുക്ക് തടയണം. ഇസ്ലാമിന്റെ ചികിത്സയെക്കുറിച്ച്, മന്ത്രത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരെ തൗഹീദിൽ അവരെ ഉറപ്പിച്ചു നിർത്തണം. നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട ഇതിനെ എതിർക്കുന്ന ആളുകൾ പോലും അവർക്കൊരു വിഷയം വന്നപ്പോൾ അവർ ഇത്തരത്തിലുള്ള ആളുകളെ സമീപിച്ചതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ പലരും നമ്മളോടത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കൊണ്ടുപോയതും റുഖിയ നടത്തിച്ചതും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതൊക്കെ പരസ്പരം ചർച്ച ചെയ്തിട്ടുള്ള പോലുള്ള കാര്യമാണ്. അപ്പോ നമ്മള് സലഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് സലഫികൾ പറഞ്ഞതുപോലെ ദീനിനെ അവതരിപ്പിക്കലാണ്, ദീനിനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ്. എത്ര ആളുകൾ നമ്മളെ കൂടെ ഉണ്ട് നോക്കിയിട്ട് വിഷയം നമ്മൾ പറയരുത്, അത് സലഫിയത്തല്ല. പ്രമാണങ്ങളിൽ വന്നത് അതേപോലെ പഠിപ്പിച്ചു കൊടുക്കുക. ആ രൂപത്തിൽ സലഫി തർബിയത്ത് കൊടുത്ത് സലഫിയത്തുള്ള സലഫി ആദർശമുള്ള ഒരു ജനത്തെ, ഒരാൾക്കൂട്ടത്തെ, അതാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ കുറെ ആളുകൾ ഉണ്ടാക്കിയിട്ട് സംഘടന പവർ, സംഘടനയുടെ ബലം, അല്ലെങ്കിൽ സംഘടനയുടെ ആൾക്കൂട്ടത്തെ കാണിച്ചിട്ട് രാഷ്ട്രീയക്കാരെ പേടിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു നിലപാട് ഒരിക്കലും നമുക്ക് ചേർന്നതല്ല എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത്. ഈ വിഷയത്തിലുള്ള എന്തെല്ലാം ഖുറാഫാത്തുകളുണ്ടോ ഒക്കെ നമ്മൾ അതിനെ എതിർക്കുന്നു. ഷിർക്കിന്റെ മന്ത്രങ്ങൾ എതിർക്കുന്നു, സാഹിര്യങ്ങൾ എതിർക്കുന്നു, ജ്യോത്സ്യന്മാരെ എതിർക്കുന്നു. ആ രൂപത്തിലുള്ള ചികിത്സാ രീതികളെ തീർത്തും നമ്മൾ നിഷേധിക്കുന്നു. അതൊന്നും ഇസ്ലാമികമല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള മന്ത്രങ്ങളുണ്ട്, ഖുർആനിൽ വന്നത്, ഹദീസിൽ വന്നത്, സ്വഹാബികൾ ചെയ്തത്, അതുകൊണ്ട് ചികിത്സ സുഖപ്പെടുത്തിയത്, അതേപോലെ തന്നെ ജിന്ന് ബാധിച്ച ഒരാളെ സംബന്ധിച്ച് ചെയ്യേണ്ടത്, ആ രൂപത്തിൽ അടിക്കേണ്ട രൂപത്തിൽ ആവശ്യമാണെങ്കിൽ മാത്രം അയാൾ അടിക്കാവുന്നത്. ഇതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മൾ ഉദ്ധരിച്ചു. പ്രമാണങ്ങളുടെ കൂടെ നിൽക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 15-ാം തീയതി മുതൽ നമ്മുടെ ഓൺലൈൻ ദൗറ ആരംഭിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് സെപ്റ്റംബർ 15, അതായത് തിങ്കളാഴ്ച മുതൽ നമ്മുടെ ദൗറ ആരംഭിക്കും. അതിൽ ഒന്നാമത്തെ ക്ലാസ് തിങ്കളാഴ്ച മുഹ്സിൻ ഐദീദാണ് ക്ലാസ് എടുക്കുന്നത്. അസ്മാഉൽ ഹുസ്ന എന്നുള്ളതാണ് വിഷയം.
ഇന്ത്യൻ സമയം 9 മണിക്ക്, മക്ക സമയം 6:30 തിങ്കളാഴ്ചത്തെ ക്ലാസ്. പിന്നെ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ഈ ദിവസങ്ങളിലൊക്കെ ക്ലാസ്സുകളുണ്ട്. അസ്മാഉൽ ഹുസ്ന, കശ്ഫു ശുബ്ഹാത്ത്, ദുറൂസുൽ ഖുർആൻ, ഉസൂലുസ് സുന്ന, ഉസൂലുസ് സലാസ, ദുറൂസുൽ അറബിയ, അർബഊന നവവിയ, ദുറൂസുൽ മുഹിമ്മ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ മുഹ്സിൻ അദീദ്, റൌഫ് നദവി, നിയാഫ് ബിൻ ഖാലിദ്, അതേപോലെ തന്നെ ഷംസുദ്ദീൻ പാലത്ത്, സക്കരിയ സലായി, ഇങ്ങനെയുള്ള ആഷിം സലായി, ഇങ്ങനെയുള്ള മുഹമ്മദ് നസീഫ്, പ്രഗത്ഭരായ ആളുകളൊക്കെ വിഷയം ഇതിൽ സംസാരിക്കുന്നുണ്ട്. അതെല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ആദ്യത്തെ ക്ലാസ് സെപ്റ്റംബർ 15 ഇന്ത്യൻ സമയം 9 മണിക്കും മക്ക സമയം 6:30. അക്കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ലൈവ് ഉണ്ടായിരിക്കും എന്നുള്ളത് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളെയും സ്വാലിഹായ അമലായി അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. യഥാർത്ഥ സലഫിയത്തിനെ, യഥാർത്ഥ ആദർശത്തെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് ആ തർബീയത്തിലൂടെ അവരെ വളർത്തിക്കൊണ്ടുവന്ന് നാളെ പരലോകത്ത് സ്വർഗം നേടുന്ന ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.